ആരംഭിക്കട്ടെ. സ്തോത്രം സ്തോത്രം കർത്താവേ, ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനുമാക്കുമാറാത്തോനെ നല്ല കർത്താവേ, ഈ പ്രഭാതത്തിൽ കർത്താവേ, ഈ രാത്രിയിൽ കർത്താവേ, അവിടുത്തെ മക്കളായ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിലെടുത്ത് വരുന്ന കർത്താവേ, പ്രഭാതം മുതൽ ഈ സമയം വരെയും കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒക്കെ കാത്തു പരിപാലിച്ച വൻ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നന്ദി പറയുന്നു കർത്താവേ. ഇത് കൂടിയിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. കടന്നു വരാനുള്ള കുടുംബങ്ങളെ എല്ലാം കർത്താവ് വേഗത്തിൽ കൂട്ടിച്ചേർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് അപ്പന്റെ സന്നിധിയിൽ കഴിക്കുന്ന ആരാധനകള്, മധ്യസ്ഥ പ്രാർത്ഥന, സങ്കീർത്തന വായനകൾ, പ്രബോധനങ്ങൾ, എല്ലാ ശുശ്രൂഷകളും വചന ശുശ്രൂഷ എല്ലാം കർത്താവ് അനുഗ്രഹിച്ച് മാനിക്കുമാറാകണമേ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഗൂഗിൾ മീറ്റിനെ കർത്താവ് അനുഗ്രഹിച്ചാട്ട് സകല കാര്യം കർത്താവിന്റെ മഹത്വമേറിയ നാമത്തിൽ അർപ്പിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമീൻ. പെണ്ണുമാമിച്ച് പാട്ട് പാടുവല്ലോ. അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കാലം ഞങ്ങളുടെ വായിലെ വാക്കുകളുടെ ധ്യാനമായി തീരുവാൻ സഹായിക്കും. അല്പസമയ ദൈവപാദപീഠത്തിൽ മറയിലായിരിക്കാൻ സഹായിക്കുന്ന കർത്താവേ, രാത്രികാലത്തെ കർത്താവെ ആരാധനയൊക്കെയും ഉത്സാഹിതമായി തീരുവാൻ സഹായിക്കുന്ന പ്രാർത്ഥിക്കാൻ നിറക്കി വരണം പ്രാർത്ഥിക്കുന്ന കർത്താവെ. കൂടിയിരുന്ന എല്ലാ മക്കളെ അപ്പന്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. കുറവുണ്ടാവുന്നവർക്കെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. അനുഗ്രഹമായി തീരുവാന് കർത്താവെ, ഞങ്ങൾക്ക് ഒരു വിടുതലായി തീരുവാനൊക്കെ സഹായിക്കുമാറാകുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവെ. നാമത്തിൽ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ആടുകളെ പ്രാർത്ഥന കേട്ടിരിക്കാൻ യേശുവിനാണ്. തന്നീടുക നിൻ കൃപാവരങ്ങൾ, പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ. തന്നീടുക നിൻ കൃപാവരങ്ങൾ, പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ. ശത്രു തന്നുടെ തീയമ്പുകളെ തൊടുത്തിടുന്നു തകർത്തിടുവാൻ. തൊടുത്തിടുന്നു തകർത്തിടുവാൻ. നേടുക നിൻ കൃപാവരം, പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ. ശത്രു തന്നുടെ തീയമ്പുകളെ തൊടുത്തിടുവിൽ തകർത്തിടുവാൻ. തൊടുത്തിടുന്നു തകർത്തിടുവാൻ. ധ്യാനമൂലെ ആടിച്ചിടുമ്പോൾ ആശാവിൻ ഹീനം ഞാനായിടുമ്പോൾ. ധ്യാനമൂലൻ ആടിച്ചിടുമ്പോൾ ആശാവിൻ ഹീനം ഞാനായിടുമ്പോൾ. ഞാനാകുന്നവൻ ഞാനായിടുമ്പോൾ. ഞാനാകുന്നവൻ ഞാനാകുന്നേ. ഇമ്പാമം ശബ്ദം പിൻപിൽ കേട്ടിടും. ഇമ്പാമം ശബ്ദം പിൻപിൽ കേട്ടിടും. ധ്യാനമൂലെ ആടിച്ചിടും ഞാനായിടുമ്പോൾ. ഞാനാകുന്നവൻ ഞാനായിടുമ്പോൾ. ഞാനാകുന്നവൻ ഞാനാകുന്നേ. ഇമ്പാമം ശബ്ദം പിൻപിൽ കേട്ടിടും. ഇമ്പാമം ശബ്ദം
പിൻപിൽ കേട്ടിടും നീടുക സ്വഭാവരും പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ ശത്രു തന്നുടെ തീയമ്പുകളെ തൊടുത്തിടുന്നു തകർത്തിടുവാൻ തൊടുത്തിടുന്നു തകർത്തിടുവാൻ പരമ്പ്രയാസം ഏറും നേരത്തും ദുഃഖിതനായ തീരും നേരത്തെ പരമ്പ്രയാസം ഏറും നേരത്തും ദുഃഖിതനായ തീരും നേരത്തെ മാനം അറിയും ആരുമാനാഥൻ മാനം അറിയും ആരുമാനാഥൻ ആരെയുണ്ടേ തളരുകില്ല ആരുണ്ടേ തളരുകില്ല സുഖാവരം പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ ശത്രുതന്നുടെ തീയമ്പുകളെ ശത്രുതന്നുടെ തീയമ്പുകളെ തൊടുത്തിടുന്നു തകർത്തിടുവാൻ തൊടുത്തിടുന്നു തകർത്തിടുവാൻ കിരീടം തങ്കയിലുള്ളൂ ജീവാപുസ്തകം തുറന്നിടുമേ കിരീടം തങ്കയിലുള്ളൂ ജീവാപുസ്തകം തുറന്നിടുമേ ജീവിതാശുദ്ധി പാലിച്ചവൻ താൻ ജീവിതാശുദ്ധി പാലിച്ചവൻ താൻ ചാരത്തണഞ്ഞു മോദിച്ചിടുമേ ചാരത്തണഞ്ഞു മോദിച്ചിടുമേ നേടുക കൃപാവരം പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ ശത്രു തന്നുടെ തീയമ്പുകളെ തൊടുത്തിടുന്നു തകർത്തിടുവാൻ തൊടുത്തിടുന്നു തകർത്തിടുവാൻ തമ്മിൽ തമ്മിൽ കണ്ടാനന്ദിക്കുന്ന നമ്മൾ കണ്ണുനീർ തുടച്ചിടുന്ന തമ്മിൽ തമ്മിൽ കണ്ടാനന്ദിക്കുന്ന നമ്മൾ കണ്ണുനീർ തുടച്ചിടുന്ന എന്നോ കാണുമോ എന്നോ സാധ്യമോ അന്നു തീരുമേ പാരിൽ ദുരിതം അന്നു തീരുമേ പാരിൽ ദുരിതം തമ്മിൽ തമ്മിൽ കണ്ടാനന്ദിക്കുന്നു നമ്മൾ കണ്ണുനീർ തുടച്ചിടുന്നു എന്നോ കാണുമോ എന്നോ സാധ്യമോ അന്നു തീരുമേ പാരിൽ ദുരിതം അന്നു തീരുമേ പാരിൽ ദുരിതം നേടുകാനും സ്വഭാവങ്ങൾ പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ ശത്രു തന്നുടെ തീയമ്പുകളെ തൊടുത്തിടുന്നു
തകർത്തിടുവാൻ തൊടുത്തിടുന്നു, തകർത്തിടുവാൻ നേടുകാനും പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ ശത്രുതന്നുടെ നിയമ്പുകളെ ുന്നു, തകർത്തിടുവാൻ തൊടുത്തിടുന്നു, തകർത്തിടുവാൻ. നീ ആരോ പാടുന്നുണ്ടല്ലോ. സ്തോത്രം കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും പ്രിയ പെണ്ണുമാംശയ കർത്താവ് അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു. പെണ്ണുമാംശയ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനിയും നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടുവാൻ പ്രിയപ്പെട്ട സുജാ സജിയെ ദൈവനാമത്തിൽ ഈ ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവ് ഒരുക്കി നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അല്പസമയം കർത്താവിനെ പാടി മഹത്വപ്പെടുത്തും. കൃപാകടലേ നിന്റെ തീരത്തു ഞാൻ അനേക നാളാംശത്തോടെ നിന്നെ, കടലേ നിന്റെ തീരത്തു ഞാൻ അനേക നാളാംശയോടെ നിന്നെ മടങ്ങുകയില്ലിവിടിൻ നിന്നെ ഞാൻ, മടങ്ങുകയിൽ ഇവിടിൻ നിന്നെ ഞാൻ. പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുക്കാതിരുന്നാൽ, പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുക്കാതിരുന്നാൽ, പരീക്ഷകളും ഭയവും ഹേതുവായി എൻ ജീവിതം ഖേദവും ശൂന്യവുമായി, പരീക്ഷകളും ഭയവും ഹേതുവായി എൻ ജീവിതം ഖേദവും ശൂന്യവുമായി, പ്രത്യാശ എനിക്കുണ്ട് നല്ലതിനായി, പ്രത്യാശ എനിക്കുണ്ട് നല്ലതിനായി. പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുക്കിയിടുമെങ്കിൽ, പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുക്കിയിടുമെങ്കിൽ, എൻ പാപം അനേകം കറ അധികം ഞാൻ വീട്ടിടും കണ്ണീർ കൈപ്പേറിയതാം, എൻ പാപം അനേകം കൃഹയധികം ഞാൻ വീട്ടിടും കണ്ണീർ കൈപ്പേറിയതാം. വ്യർത്ഥം എൻ കണ്ണീർ രക്തസാഗരമേ, വ്യർത്ഥം എൻ കണ്ണീർ രക്തസാഗരമേ. പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുക്കിയിടണമേ, പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുക്കിയിടണമേ. ഹേരേഷയം ദിവ്യ സ്നേഹ കടലേ, ക്രിസ്തേശു നൽകും കരുണാപുരമേ, ഹേരേഷയം ദിവ്യ സ്നേഹ കടലേ, ക്രിസ്തേശു നൽകും കരുണാപുരമേ. സൗജന്യമലോകത്തെ വീണ്ടവനേ, സൗജന്യമലോകത്തെ
കത്തെ വീണ്ടവന് പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുക്കിയിടണമേ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുക്കിയിടണമേ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുക്കിയിടണമേ. നമ്മൾ യേശുവിനെ പിൻചെല്ലാൻ നമ്മൾ തീരുമാനിച്ചെങ്കിൽ എന്തെല്ലാം പ്രതികൂലങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളോ ദുഃഖങ്ങളോ നമ്മുടെ ഇത് കടന്നു വന്നാലും നമ്മുടെ തീരുമാനത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്. നമ്മൾ യേശുവിനെ പിൻചെല്ലാൻ തീരുമാനിച്ചാൽ നോ ടേണിംഗ് ബാക്ക്, നമ്മൾ പിന്മാറിപ്പോകരുത്. അതായിരിക്കണം നമ്മുടെ തീരുമാനം. രോഗമോ പട്ടിണിയോ കഷ്ടതയോ ആപത്തോ എന്തു വന്നാലും ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ല എന്നുള്ള ഉറച്ച തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും വേണം. അങ്ങനെയുള്ള പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. യേശുവിൻ പിൻപേ പോയിടും ഞാനും പിന്മാറുകില്ല യാത്രമധ്യേ ആരെല്ലാം എന്നെ തള്ളിയെന്നാലും പിന്മാറുകില്ല ഒരിക്കലുമേ. യേശുവിൻ പിൻപേ പോയിടും ഞാനും പിന്മാറുകില്ല യാത്രമധ്യേ അമ്മയെക്കാളും സ്നേഹിച്ചു എൻ്റെ തിന്മ മറന്നു നന്മ നൽകി എന്തു ഞാൻ നൽകും നിൻ സ്നേഹമോർത്താൽ നന്ദിയാൽ പാടും എന്നുമെന്നും എന്തു ഞാൻ നൽകും നിൻ സ്നേഹമോർത്താൽ നന്ദിയാൽ പാടും എന്നുമെന്നും. യേശുവിൻ പിൻപേ പോയിടും ഞാനും പിന്മാറുകില്ല യാത്രമധ്യേ ആരെല്ലാം എന്നെ തള്ളിയെന്നാലും പിന്മാറുകില്ല ഒരിക്കലുമേ. സ്തോത്രം. സമയമായില്ലയോ? 7:45. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട കുട്ടികൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം സ്തോത്രം സ്തോത്രം. പാടിയ പ്രിയ മാതാവിനെയും സുജശ്രയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇനിയും കർത്താവിന് വേണ്ടി കൂടുതൽ ശക്തമായി പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം ദൈവം കൂടുതൽ കൃപകളാൽ അഭിഷേകങ്ങളാൽ നിറയ്ക്കട്ടെ. വീണ്ടും നമുക്ക് സങ്കീർത്തന വായനയ്ക്കുള്ള സമയമാണ്. അതിനുവേണ്ടി പ്രിയ മോനിഷയെ ആദരവോടെ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഇന്ന് 55-ാം സങ്കീർത്തനം 1 മുതൽ 10 വരെയുള്ള വാക്യമാണ് വായിക്കുന്നത്. ദൈവമേ, എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ, എന്റെ യാചനയ്ക്ക് മറിഞ്ഞിരിക്കരുതേ, എനിക്ക് ചെവി തന്ന് ഉത്തരമരുളണമേ. ശത്രുവിന്റെ ആരവം നിമിത്തവും ദുഷ്ടന്റെ പീഡ നിമിത്തവും ഞാൻ എന്റെ സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞരങ്ങുന്നു. അവർ എന്റെ മേൽ നീതികേട് ചുമത്തുന്നു, കോപത്തോടെ എന്നെ ഉപദ്രവിക്കുന്നു. എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, മരണഭീതിയും എന്റെ മേൽ വീണിരിക്കുന്നു. ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു, പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നു എങ്കിൽ, എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതെ, ഞാൻ ദൂരത്ത് സഞ്ചരിച്ച് മരുഭൂമിയിൽ പാർക്കുമായിരുന്നു. കൊടുങ്കാറ്റിൽ നിന്നും പെരുങ്കാറ്റിൽ നിന്നും ബന്ധപ്പെട്ട് ഞാൻ ഒരു സങ്കേതത്തിലേക്ക് ഓടിപ്പോകുമായിരുന്നു. കർത്താവെ, സംഹരിച്ച് അവരുടെ നാവുകളെ ചീന്തിക്കളയണമേ. ഞാൻ നഗരത്തിൽ അതിക്രമവും കലഹവും കണ്ടിരിക്കുന്നു. രാവും പകലും അവർ അതിന്റെ മതിലുകളിന്മേൽ ചുറ്റി സഞ്ചരിക്കുന്നു. നീതികേടും കഷ്ടവും അതിന്റെ അകത്തുണ്ട്. ആമേൻ.
ഈ സങ്കീർത്തനം 10-ാം സങ്കീർത്തനം ദാവീദിന്റെ സങ്കീർത്തനമാണ്. സംഗീത പ്രമാണിക്ക് തന്ത്രിനാദത്തോടെ ദാവീദിന്റെ ഒരു ധ്യാനമാണ്. ഈ സങ്കീർത്തനത്തിന്റെ 1 മുതൽ ഉള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കുന്നുണ്ടേ ഇതിൽ മനസ്സിലാക്കുന്നത് ആദ്യത്തെ 3 വാക്യങ്ങളിൽ അതിയായ അരിഷ്ടതയിൽ നെടുവീർപ്പിട്ട് കരയുന്ന ദാവീദിന്റെ ശബ്ദമാണ് കേൾക്കുന്നത്. പൊറുതിയില്ലാതെ ഞരക്കത്തോടെ ദിനംതോറും നീതികേട് ചുമത്തപ്പെടുകയും വല്ലാതെ ഉപദ്രവിക്കപ്പെടുകയും ചെയ്ത ദാവീദിനെ നമ്മൾ കാണുന്നത് ഇവിടെ. അതാണ് പറയുന്നത്, എനിക്ക് ചിറകുണ്ട 6-ാം വാക്യത്തിൽ പറയാണ്, ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നു പോയി ദൂരത്തിൽ പോയി പാർക്കുമായിരുന്നു, മരുഭൂമിയിൽ പോയി പാർക്കുമായിരുന്നു എന്ന് പറയാണ്. കാരണം എല്ലാവരും കുറ്റം ചുമത്തപ്പെട്ടവനായി, കുറ്റം ചുമത്തുകയും ഒരുപാട് കഷ്ടത അനുഭവിക്കുകയും ചെയ്ത ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ് ഇത്. ദാവീദ് അതാണ് പറയുന്നത്. 4-ാം വാക്യം ഇങ്ങനെ പറയണേ, എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ വേദനപ്പെട്ട് മരണഭീതിയും എന്റെ മേൽ വീണിരിക്കുന്നു. കാരണം മരണത്തോളം ഭയപ്പെട്ട് എല്ലാ കുറവുകളും കുറ്റങ്ങളും സഹിച്ചുകൊണ്ട് കഴിയുന്ന ഒരു അവസ്ഥയാണ് അവിടെ കാണുന്നത്. ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു, പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. കാരണം ഒരു മനുഷ്യന് സങ്കടത്തിലും ദുഃഖത്തിലും ഇരിക്കുമ്പം അവര് അറിയാതെ തന്നെ പലപ്പോഴും വീണു പോകുന്ന ഒരവസ്ഥയാണ്. കാരണം അവർക്ക് സമാധാനമില്ല, സന്തോഷമില്ല. ആ ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അതിന് ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു, പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു എന്ന് പറയാണ്. പിന്നെ 6-ാം വാക്യം പറയുന്നത്, പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ പറന്നു പോയി ദൂരത്തിൽ എവിടെങ്കിലും പോയി കൊടുങ്കാറ്റിനെയും എല്ലാം തരണം ചെയ്തുകൊണ്ട് ഞാൻ വേറെ പോയി പാർക്കുമായിരുന്നു, മരുഭൂമിയിൽ എവിടെങ്കിലും പോയി പാർക്കുമായിരുന്നു എന്ന് പറയാണ്. 7-ാം വാക്യം, അത് ഞാൻ ദൂരത്ത് സഞ്ചരിച്ച് മരുഭൂമിയിൽ പാർക്കുമായിരുന്നു എന്ന് പറയുന്നു. 8-ാം വാക്യത്തിലും അത് തന്നെ പറയാണ്, കൊടുങ്കാറ്റിൽ നിന്നും പെരുങ്കാറ്റിൽ നിന്നും ബന്ധപ്പെട്ട് ഞാൻ സങ്കേതത്തിലേക്ക് ഓടിപ്പോകുമായിരുന്നു എന്ന് പറയാണ്. ഇത് ദാവീദിന്റെ ഒരു കഷ്ടതയെക്കുറിച്ച്, ദാവീദ് അനുഭവിച്ച കഷ്ടതയെക്കുറിച്ചും പ്രയാസത്തെക്കുറിച്ചും ഉള്ള ഒരു വിലാപത്തിന്റെ പാട്ടാണിത്. പിന്നെ 9-ാം വാക്യം പറഞ്ഞ്, കർത്താവെ സംഹരിച്ചു അവരുടെ നാവുകളെ ചീന്തിക്കളയണമേ. കാരണം ദാവീദിന്റെ മേലെ കുറവുകളും കുറ്റങ്ങളും ചുമത്തിയവർക്ക് വേണ്ടിയിട്ട് ദാവീദ് പറഞ്ഞ് സംഹരിച്ച് അവരുടെ നാവുകളെ ചീന്തിക്കളയണമേ. ഞാൻ നഗരത്തിൽ അതിക്രമവും കലഹവും കണ്ടിരിക്കുന്നു. കാരണം ഒരു സമാധാനവുമില്ല. സമാധാനമില്ലാതെ നഗരത്തില് ഈ അതിക്രമങ്ങളാണ് കാണുന്നത്. അതാണ് അവിടെ പറയുന്നത്. പിന്നെ 10-ാം വാക്യം പറയാ, രാവും പകലും അവർ അതിന്റെ മതിലുകളിന്മേൽ ചുറ്റി സഞ്ചരിക്കുന്നു. കാരണം പട്ടണത്തിന്റെ മതിലുകളിന്മേലും എല്ലാം അവർ ചുറ്റി സഞ്ചരിച്ച് ഈ ദാവീദിന് കഷ്ടതയും പ്രയാസവും അവിടെ കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. നീതികേടും കഷ്ടവും അതിന്റെ അകത്ത് ഉണ്ട്. ആ മതിലുകളുടെ അകത്ത് നീതികേടും കഷ്ടതയും മാത്രമാണ് ഉള്ളത് എന്ന് പറയാണ്. ഇത് കൂടുതലായിട്ട് ഇതിൽ വിസ്തരിച്ച് പറയാനും മാത്രം ഒന്നുമില്ല. കാരണം ഇത് മൊത്തം ആ ദാവീദിന്റെ കഷ്ടത്തെ കുറിച്ചാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഇത്രയും പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ആമേൻ. ആമീൻ ആമീൻ. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പിക്കുവാൻ പ്രിയ മോനിഷയെ കർത്താവ് അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കൂടാതെ നമ്മുടെ ഗ്രൂപ്പിൽ കടന്നു വന്ന് ആദ്യമായി കർത്താവിനെ ഇമ്പമേറിയ പാട്ടുകൾ പാടി കർത്താവിനെ ആരാധിച്ച സുജയ സജിയോടുള്ള നന്ദിയും സ്നേഹം അറിയിക്കുന്നു. ഇനിയും ഗ്രൂപ്പിൽ കടന്നു വന്ന് ഗ്രൂപ്പിനെ പാട്ടുപാടി അനുഗ്രഹിക്കണമേ എന്ന് വീണ്ടും ദൈവനാമത്തിൽ ഓർപ്പിച്ചോളുന്നു. നന്ദി. ഇനി നമുക്ക് പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. അതിനായി നമുക്ക് സമയങ്ങളെ വേർതിരിക്കാം. നമ്മുടെ മധ്യത്തിൽ വിഷയങ്ങളുണ്ട്. ആദ്യമായി നമുക്ക് നമ്മുടെ സൂം മീറ്റിങ്ങിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തെ വഹിച്ചുകൊണ്ട് സജി ബ്രദർ പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ, ദൈവമേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, കർത്താവേ നന്ദി, കർത്താവേ സ്തോത്രം ചെയ്യുന്നപ്പാ. ഹല്ലേലൂയ, സ്തുതിക്കുന്ന മഹത്വമെല്ലാം അങ്ങേക്കപ്പാ. കർത്താവേ ഈ നല്ല ദിവസത്തിന്റെ ഹല്ലേലൂയ നല്ല സമയത്തിനായിട്ടപ്പാ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ.
ദൈവമേ, ഞങ്ങൾ പല ദേശങ്ങളിലാണെങ്കിലും അപ്പാ ഹല്ലേലൂയ അവിടുത്തെ നാമത്തിലെ കർത്താവെ ഞങ്ങൾ കൂടിയിരിക്കുന്നത്. കർത്താവെ, അവിടുത്തെ നാമത്തിൽ കർത്താവെ ഹല്ലേലൂയ 2-3 ഐക്യപ്പെട്ട് ഹല്ലേലൂയ വന്നാൽ കർത്താവെ നീ അവിടെ ഉണ്ടാകുമെന്ന് കർത്താവെ ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തവനാപ്പാ. കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നപ്പാ. അവിടുത്തെ സാന്നിധ്യത്തിനായിട്ട് നന്ദിയപ്പാ. ദൈവമേ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ ഹല്ലേലൂയ. ഇങ്ങനെ ഒരു കർത്താവെ നല്ല അവസരം കർത്താവ് ഞങ്ങൾക്ക് തന്നതിനായിട്ട് നന്ദി പറയുന്നപ്പാ. അനേകായിരങ്ങൾക്ക് കർത്താവെ കിട്ടാത്ത കർത്താവെ ഹല്ലേലൂയ ഈ സന്തോഷം ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇന്ന് പ്രഭാതം കണ്ട അനേകര് കർത്താവെ ഈ സമയം കാണാതെ കർത്താവെ ഈ ദേശത്ത് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോഴേ ദൈവമേ ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ ആയുസിൽ ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനും തന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നപ്പാ. കർത്താവെ ഹല്ലേലൂയ ഈ ഫെലോഷിപ്പിനെ കർത്താവെ ഹല്ലേലൂയ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് കർത്താവെ അനുഗ്രഹിക്കണം. കർത്താവെ കൂടി വരുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ. എല്ലാ ഹൃദയങ്ങളെ അറിയുന്ന ദൈവമേ ഹല്ലേലൂയ, ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവമേ കർത്താവെ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. ഇങ്ങനെ ഒരു കർത്താവെ ഹല്ലേലൂയ കർത്താവെ ഒരു മീറ്റിംഗ് കൂടുവാന് കർത്താവെ ഹല്ലേലൂയ കൊടുത്ത കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു കർത്താവെ, സ്തോത്രം ചെയ്യുന്നു കർത്താവെ ഹല്ലേലൂയ. ദൈവമേ ഹല്ലേലൂയ ഈ മീറ്റിംഗിന്റെ കർത്താവെ ആദ്യം തൊട്ട് കർത്താവെ ഹല്ലേലൂയ അവസാനം വരെയും ദൈവമേ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ നിറയ്ക്കണം അപ്പാ. കർത്താവെ ഞങ്ങളുടെ ശ്രദ്ധയെല്ലാം കർത്താവെ ഹല്ലേലൂയ കർത്താവിലേക്ക് ആയിരിക്കണം അപ്പാ. സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് കർത്താവെ ഞങ്ങളോട് ഇടപെടണം, ഞങ്ങളോട് സംസാരിക്കണം. കർത്താവെ വചനം കേൾക്കുമ്പോൾ കർത്താവെ ഹല്ലേലൂയ അത് കേട്ട് കർത്താവെ മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ അപ്പാ. കർത്താവെ ഹല്ലേലൂയ ഈ മീറ്റിംഗിന് കർത്താവെ ഹല്ലേലൂയ ഹല്ലേലൂയ ലീഡ് ചെയ്യുന്ന സിസ്റ്ററിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ അനുഗ്രഹിച്ചാട്ടപ്പ. കർത്താവെ ഹല്ലേലൂയ ദൈവമേ സ്തുതിക്കുന്ന കർത്താവെ, സ്വർഗമേ സ്തുതിക്കുന്ന കർത്താവെ, ആ കുടുംബത്തെ അനുഗ്രഹിക്കണപ്പാ. ഞങ്ങൾ സഭയായിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സിസ്റ്ററിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹല്ലേലൂയ. ദൈവമേ ഈ മീറ്റിങ്ങിനെ എത്രത്തോളം ഒക്കെ കൊണ്ടുവരുവാനും ദൈവമേ ഹല്ലേലൂയ സഹോദരങ്ങളെയൊക്കെ കർത്താവെ ഹല്ലേലൂയ ചേർത്ത് പിടിക്കാനൊക്കെ കർത്താവ് കൊടുത്ത കൃപയ്ക്കായിട്ട് നന്ദി കർത്താവെ ഹല്ലേലൂയ. ആ ദൈവ സാന്നിധ്യത്തിന് നന്ദി കർത്താവെ. ഞങ്ങൾ സഭയായിട്ട് കർത്താവെ ഹല്ലേലൂയ ദൈവമേ ഹല്ലേലൂയ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. ഇതൊന്ന് സങ്കീർത്തനം ഹല്ലേലൂയ ദൈവമേ ഹല്ലേലൂയ ധ്യാനിച്ച കർത്താവെ സിസ്റ്ററിനായി പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കണപ്പാ. കർത്താവിന്റെ വചനം കർത്താവെ ഹല്ലേലൂയ കർത്താവെ പറയുവാന് അനേകരുടെ മുമ്പിൽ കർത്താവെ ഹല്ലേലൂയ ദൈവമേ ആ സങ്കീർത്തനം ധ്യാനിക്കാനൊക്കെ കൊടുത്ത കൃപയ്ക്കായിട്ട് നന്ദി കർത്താവെ. അനുഗ്രഹിച്ചാട്ടപ്പ ഹല്ലേലൂയ. വന്ന ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. പാതുപാടിയ കർത്താവെ ഹല്ലേലൂയ അമ്മച്ചിക്കായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ ഹല്ലേലൂയ ദൈവമേ സ്തോത്രം സ്തുതിക്കുന്ന കർത്താവെ. നല്ല ആരോഗ്യം, നല്ല ബലം കർത്താവെ, നല്ല ശക്തി ദൈവകൃപയൊക്കെ കൊടുത്തതിനായി നന്ദി ഹല്ലേലൂയ സ്തുതിക്കുന്നു. വന്ന ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ അപ്പ. കർത്താവെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇന്നത്തെ ഞങ്ങളുടെ കൂടിവരവ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായിരിക്കണമേ കർത്താവെ ഹല്ലേലൂയ. ഞങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം അവിടുത്തെ സന്നിധിയിൽ വെക്കുന്നു. അതിന് മറുപടി തരുവാൻ, അതിന് കർത്താവെ നീക്കുപോക്കുണ്ടാക്കുവാൻ കർത്താവിനാൽ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നപ്പാ. വചന ശുശ്രൂഷയ്ക്കായിട്ടും പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവമേ അനുഗ്രഹിക്കണമേ. ഒരിക്കൽ കൂടെ ഞങ്ങളെ എല്ലാവരെയും കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. സകലത്തിൽ ഞങ്ങളുടെ ആര്യപരക്ഷകനായി കർത്താവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്ന കർത്താവെ കൃപയോടെ കേൾക്കണമേ. ആമേൻ. അമീൻ അമീൻ. പ്രാർത്ഥിച്ച സജീബറിനെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആയിരിക്കുന്ന രാജ്യത്ത് കർത്താവെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും നമുക്ക് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ അഭിഷിക്തന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കാം, അവരുടെ കുടുംബങ്ങളെ തലമുറകളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ കേരളത്തിലെ അതികഠിനമായ മഴയും വെള്ളപ്പൊക്കവും കാറ്റും കൊണ്ട് കർത്താവെ പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ ദൈവത്തിന്റെ കരം അവിടെ ഇറങ്ങുവാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. അതിനായി പ്രിൻസ് ദോഹയെ ദൈവനാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. സ്വർഗീയങ്ങളുടെ നല്ല കർത്താവെ, ഒരു പ്രാവശ്യം കൊണ്ട് കർത്താവെ അപ്പന്റെ സന്നിധിയിലായിരിക്കാൻ സ്വർഗം സഹായിച്ച വലിയ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇന്ന് പകൽ മുഴുവൻ അപ്പച്ചന്റെ കർത്താവെ ഉള്ളങ്കരങ്ങളിൽ ഞങ്ങളെ വഹിച്ചു കർത്താവെ. ഞങ്ങൾ പോയ സ്ഥാനങ്ങളിലും പ്രവർത്തിച്ച എല്ലാ മേഖലകളിലും കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നല്ലോ കർത്താവെ. ആപത്താനത്തങ്ങളെല്ലാം കർത്താവെ വരാവുന്ന സ്ഥാനത്ത് കർത്താവ് വിടുവിച്ച കർത്താവെ അപ്പച്ചന്റെ വലിയ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. വീണ്ടും ഒരു സന്ധ്യാസമയം കൊണ്ട് അപ്പച്ചന്റെ പാതപെടുത്തൽ മുഴങ്കാലം മടക്കുവാൻ സ്വർഗം തന്ന നല്ല അവസരത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇന്ന് സന്ധ്യാസമയം കർത്താവെ കടന്നു വന്നിരിക്കുന്ന ഓരോ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്.
കർത്താവെ വിവിധ ഭാരങ്ങളാല് കർത്താവെ പ്രയാസങ്ങളാല് രോഗങ്ങളായിട്ട് കർത്താവെ കടന്നു വന്നവരുണ്ട് കർത്താവെ. കർത്താവെ അപ്പച്ചൻ സകലതും അറിയുന്ന ദൈവമാകിയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കർത്താവെ ഞങ്ങൾ അറിയിക്കുന്നതിന് മുമ്പായിട്ട് കർത്താവെ സകലതും അപ്പൻ അറിയുന്ന ദൈവമാകിയാൽ നന്ദിയോടെ സ്തോത്രം. അപ്പച്ചനെ മുറിഞ്ഞ കരങ്ങളിലേക്ക് ഞങ്ങളുടെ വിഷയങ്ങളെ കർത്താവെ ഇറക്കി വെക്കുന്നപ്പാ അപ്പച്ചൻ ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. മധ്യസ്ഥാന കർത്താവെ വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവെ ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ നീ കർത്താവെ സമാധാനമായ ദൃശ്യത്തെ ദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഭരണാധികാരികൾ കർത്താവെ നല്ല കർത്താവെ സുബോധം കൊടുത്ത് കർത്താവ് നീ കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കേരളത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ ദിവസങ്ങളാൽ മഴയുടെ കർത്താവെ പ്രകൃതിയാൽ കർത്താവെ ഭാരപ്പെടുത്തുന്ന കർത്താവെ. കർത്താവെ ആർക്കും ഒരു നഷ്ടവും കർത്താവെ ഉണ്ടാകുവാൻ അപ്പ ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നീ ബലപ്പെടുത്തണമേ, നീ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ചനെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ. ദൈവം അതുപോലെ പ്രാർത്ഥിക്കാൻ കടപ്പെട്ട ഓരോ വ്യക്തികളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവെ ദേവദാസന്മാരെ ദേവദാസിമാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവർക്ക് വേണ്ടി ആയ കൃപയും ബലവും കർത്താവ് ഉയരത്തിൽ ദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അനേക ആത്മാക്കളെ നേടുവാൻ സ്വർഗമേ നിന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നും ദൈവം എന്നൊന്നും അറിയുവാൻ കർത്താവെ അറിയാത്ത ദേശങ്ങളിൽ കർത്താവെ അപ്പച്ചാന്തി കൊണ്ട് കർത്താവെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇന്നത്തെ വചന സുരക്ഷ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കടന്നു വരുന്ന ദൈവദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ക്രൂശിന്റെ മാർവി നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഒരു മാനുഷിക ശബ്ദമല്ല കർത്താവെ, ദൈവത്തിന്റെ മാറ്റമില്ലാത്തൊരു കർത്താവെ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കുവാൻ നീ ഒന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവെ ഒരു വിടുതലിന്റെ രാത്രിയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കെട്ടുകൾ അഴിയുന്ന ഒരു രാത്രിയാക്കി കർത്താവെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ബന്ധനം അഴിയുന്ന ഒരു രാത്രിയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവെ. എന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. അല്പനേരം അപ്പച്ചന്റെ സന്നിധിയിൽ ഇരിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. അമീൻ അമീൻ. ഇനി നമുക്ക് നമ്മുടെ രോഗികൾക്ക് വേണ്ടി പ്രിൻസ് ദോഹയെ ദൈവനാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. മറ്റെല്ലാ വിഷയങ്ങളെയും വഹിച്ചുകൊണ്ട് പ്രിയ അഡ്മിൻ ഗ്രേസി പ്രാർത്ഥിച്ചോട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. രക്തത്താലും വചനത്താലും പരിശുദ്ധാത്മാവിനാലും കർമ്മേൽ പ്രയർ ഗ്രൂപ്പിലുള്ള എല്ലാ കുടുംബങ്ങളെയും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം 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 സ്തോത്രം. കാൽവറി കൂടി ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിയുടെ യാമത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം. രാത്രിയിലുള്ള അപ്പന്റെ കരുതലിനും രാവിലെയുള്ള അപ്പന്റെ വിശ്വസ്തതയ്ക്കും എത്ര നന്ദി പറഞ്ഞാലും മതി വരുത്തില്ല കർത്താവേ. സ്തോത്രം. ഞങ്ങൾ നിന്നതല്ല കർത്താവേ, നീ ഞങ്ങളെ നിർത്തിയതാ കർത്താവേ. അപ്പാ പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ കർത്താവേ അപ്പാ ദൈവമേ എന്റെ പ്രാർത്ഥന കേൾക്കണമെന്ന് ദാവീദിനെ പോലെ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിപ്പാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഇന്ന് രാത്രികാലം അപ്പാ അങ്ങയുടെ മണ്ണിൽ കർത്താവേ ശക്തമായ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ കടന്നു പോകുമ്പോൾ കർത്താവേ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങിയവരെ വിടുവിക്കുന്ന ദൈവമാകയാൽ സ്തോത്രം. അനവധി കഷ്ടങ്ങൾ കണ്ണുനീരും കാടുമാറാക്കിയവനെ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലല്ലോ കർത്താവേ. ഇന്ന് രാത്രി അങ്ങയുടെ സന്നിധിയിലായിരിപ്പാ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം 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 കർത്താവേ. അപ്പാ 2 or 3 പേർ അങ്ങയുടെ നാമത്തിൽ എവിടെ കൂടിയാലോട്ട് മധ്യത്തിൽ ഞാൻ ഉണ്ടെന്ന് അരുളി ചെയ്ത കർത്താവേ, പരിശുദ്ധാത്മാവേ അങ്ങേ ഞങ്ങൾ സ്വാഗതം ചെയ്യുക കർത്താവേ. സ്തോത്രം. ഞങ്ങളുടെ ആടെ കുറവുകൾ ഇന്ന് രാത്രി ഓർക്കല്ലേ കർത്താവേ. ഞങ്ങളുടെ പാപങ്ങൾ എത്ര കടിഞ്ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുന്നവനെ രക്താംബരം പോലെ ആയാലും പഞ്ഞു പോലെ ആക്കുന്ന കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങളെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ കർത്താവേ. അപ്പാ സ്തോത്രം സ്തോത്രം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ആത്മാവിൽ കപടമില്ലാതിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാന. ഓരോ നിമിഷവും ഭാഗ്യപദവി ഞങ്ങൾക്ക് തരുമാറാകണമേ കർത്താവേ. ഇന്ന് രാത്രി ഞങ്ങളുടെ കുറവുകളെ കണ്ടെത്തുന്ന രാത്രിയാക്കി തീർക്കണമേ കർത്താവേ. കയറി എല്ലാ കുടുംബങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് തന്ന നല്ല കുടുംബങ്ങൾക്കായി സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ തലമുറകൾക്കായി സ്തോത്രം സ്തോത്രം കർത്താവേ. അപ്പാ ഞങ്ങളുടെ പിഞ്ചുവൈതങ്ങളെ എല്ലാം രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കും. ശത്രു തൊടല്ലേ അപ്പാ. യേശുവേ യാതൊരു വിധമായ ശാരീരിക ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാകല്ലേ കർത്താവേ. അപ്പാ ഞങ്ങളുടെ ബാല്യക്കാരായ കുഞ്ഞുങ്ങളെല്ലാം അവിടുന്ന് സൂക്ഷിക്കണമേ കർത്താവേ. അപ്പാ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിച്ചാൽ അവൻ വൃദ്ധനായാലും വിട്ടുമാറുകയില്ലല്ലോ. യഹോവയുടെ ആത്മാവ് കുഞ്ഞുങ്ങളുടെ മേലെല്ലാം ആവസിക്കണമേ. ജ്ഞാനത്തിന്റെയും ബലത്തിന്റെയും ആലോചനയുടെയും പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെ ആത്മാവ് തന്നെ ആവസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങയുടെ സത്യത്തിന്റെ കുഞ്ഞുങ്ങൾ നടക്കുക. അവരുടെ
കുഞ്ഞുങ്ങളുടെ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. മാതാപിതാക്കന്മാരാകുന്ന ഞങ്ങൾ കർത്താവേ, ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി, ലോകമെമ്പാടുമുള്ള തലമുറകൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ഞങ്ങളെ അവിടെ സഹായിക്കണേ. ഞങ്ങളുടെ തലയിൽ വെള്ളവും ഞങ്ങളുടെ കണ്ണിൽ കണ്ണുനീരും തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നശിച്ചുപോകുന്ന ജനതകൾക്ക് വേണ്ടി കരയുക. ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളിൽ ഒരു ആത്മഭാരത്തെ തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. സ്തോത്രപ്പ. ഞങ്ങളുടെ ഇതാനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ കുഞ്ഞിന്റെ സർജറി സക്സസ് ആകണം കർത്താവേ. ദൈവഹിതമില്ല എങ്കിൽ അവന്റെ തലയിൽ കത്തിവെക്കുവാൻ സമ്മതിക്കല്ലേ എന്ന് അങ്ങയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അത് അങ്ങയുടേത്. അങ്ങ് അയച്ച കാര്യം സാധിപ്പിച്ചു മടങ്ങി വരുന്നത് പോലെ അങ്ങ് പറഞ്ഞത് കർത്താവേ ഞങ്ങൾ ഏറ്റെടുത്ത് വിശ്വസിക്കുക കർത്താവേ. അപ്പാ സ്തോത്രം. ഞങ്ങളുടെ ഏതനെ അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്ന ഈ ദിവസങ്ങളിൽ കർത്താവേ, അവൻ ട്രീറ്റ്മെന്റിന് വേണ്ടി ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ കൗൺസിലിംഗ് കർത്താവേ, അവന്റെ സ്പീച്ച് തെറാപ്പി എല്ലാം പ്രയോജനകരമായി കർത്താവേ അവന്റെ വായ അങ്ങയുടെ വായാക്കി അവിടുന്ന് മാറ്റുവാൻ തക്കവണ്ണം സ്വർഗമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ സ്തോത്രം. മാതാപിതാക്കന്മാരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യുവാക്കന്മാരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും മിസ്രയീമിയുടെ നിന്ന വലിയ ധനമെന്നെണ്ണിയ മോശയെ പോലെ കുഞ്ഞുങ്ങളുടെ എല്ലാം വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ലൗകിക മോഹങ്ങളെ വിട്ടോടി കർത്താവിന് വേണ്ടി ശക്തമായി കർത്താവേ നിലനിൽക്കുവാൻ കുഞ്ഞുങ്ങളെല്ലാം സഹായിക്കണമേ. വിദേശ രാജ്യങ്ങളിലൊക്കെ കുഞ്ഞുങ്ങൾ പോയിരിക്കുമ്പോൾ കർത്താവെ ആ രാജ്യങ്ങളുടെ നിയമങ്ങൾക്ക് കീഴ്പ്പെടുവാനും ആ രാജ്യത്തിലെ കർത്താവെ നിയമങ്ങൾ കുഞ്ഞുങ്ങൾക്കെല്ലാം അനുകൂലമായി തീരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. അപ്പാ അനേകായിരം യുവാക്കന്മാർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി കിടക്കുന്നുണ്ട് അപ്പച്ച. അവരെയൊക്കെ ഒന്ന് വിടുവിക്കണമേ. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഒരു അഭിഷേകം കുഞ്ഞുങ്ങളുടെ മേൽ പകരണമേ കർത്താവെ. അപ്പാ ഞങ്ങളെ കണ്ടതുപോലെ ഞങ്ങളുടെ തലമുറകളെ എല്ലാം അവിടുന്ന് കണ്ട് വിളിച്ച് വേർതിരിച്ച് കർത്താവെ അവിടുന്ന് വിളിച്ചവരെ നീതീകരിക്കുന്നവരെ തേജസ്കരിക്കുന്ന കർത്താവെ എന്റെ കുഞ്ഞുങ്ങളെ എല്ലാം മാനിച്ച് ഉയർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. അതിനുവേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന രാജ്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന അഭിഷക്തൻ കുടുംബങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക. അവരുടെ കാലുകളെ മാൻപേടയ്ക്ക് തുല്യമാക്കി ഗിരികളിന്മേൽ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. അവരുടെ സഭയാ കുടുംബങ്ങളെ എല്ലാം ഏൽപ്പിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞാവേ വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ എല്ലാം ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുക കർത്താവേ. പേര് പറഞ്ഞു പ്രാർത്ഥിക്കുന്ന അല്ലാതെയും പ്രാർത്ഥിക്കുന്ന ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. അപ്പാ യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു വായിച്ചു നോക്കുവിൻ, അവയിൽ ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ലല്ലോ. അപ്പാ അവിടുന്ന് വിഭാഗിച്ച് കർത്താവെ ചരട് കൊണ്ടാളന്ന് സദാകാലത്തേക്ക് അവർക്ക് സ്ഥിരമാക്കി കൊടുക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ കർത്താവെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തെ ഏൽപ്പിച്ചു തരിക കർത്താവെ. അവിടുന്ന് തക്കതായ തുണകളെ വേഗത്തിൽ അവർക്ക് കൂട്ടിച്ചേർത്ത് കൊടുക്കണമേ കർത്താവെ. ജോലിയില്ലാതെ അനേക കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. മഞ്ജുഷയോർത്ത് പ്രാർത്ഥിക്കുന്നു, സിജോയോർത്ത് പ്രാർത്ഥിക്കുക കർത്താവെ. കുഞ്ഞുങ്ങൾക്കല്ലേ കർത്താവെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഒത്തിരി കുഞ്ഞുങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടപ്പാ. അതിനൊക്കെ വഴികൾ വാതിൽ തുറന്നു കൊടുക്കണം. ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ള കർത്താവെ അങ്ങ് തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയില്ലല്ലോ അപ്പാ. എന്റെ കർത്താവെ മാതാപിതാക്കന്മാരുടെ കണ്ണുനീരിനെ തുടയ്ക്കണമേ. അവരുടെ ആഗ്രഹത്തിനേക്കാൾ അങ്ങയുടെ ആഗ്രഹത്തിനനുസരിച്ച് കുഞ്ഞുങ്ങളെ മാനിച്ചുയർത്തണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. അപ്പാ നിന്റെ കുഞ്ഞുങ്ങളോട് കരുണ തോന്നണമേ കർത്താവ്. പേപ്പർ വർക്കൊക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട്, എക്സാം അറ്റൻഡ് ചെയ്ത കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. +2 കഴിഞ്ഞ് ഒത്തിരി കുഞ്ഞുങ്ങൾ കർത്താവെ എന്ത് പഠിക്കണമെന്നറിയാതെ കുഴയുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. അവർക്കെല്ലാം തക്കതായ കോഴ്സൊക്കെ കണ്ടെത്തുവാൻ സഹായിക്കണമേ താവേ. സ്തോത്രം. അപ്പാ തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവെ. അപ്പാ വാഗ്ദത്ത പൂർത്തീകരണമായ കായമാകുമ്പോൾ കർത്താവെ അവിടുന്ന് എല്ലാവർക്കും തലമുറകളെ കൊടുത്ത് മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. മച്ചി എന്ന് വിളിച്ചവർക്ക് ഇത് 6-ാം മാസമെങ്കിൽ എന്റെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ കർത്താവെ. സ്തോത്രം സ്തോത്രം. കുടുംബസ്ഥരായ കുഞ്ഞുങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളെ കൊടുക്കണം കർത്താവെ. അപ്പാ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കുമെന്ന് പറയുവാൻ തക്കവണ്ണം കുഞ്ഞുങ്ങളെ എല്ലാവരെയും അവിടുത്തെ നാമമഹത്വമാക്കി അവിടുന്ന് മാനിക്കണമേ കർത്താവെ. സ്തോത്രം സ്തോത്രം. അപ്പാ ഇന്ന് രാത്രി കാലം കർത്താവെ രോഗികളായി ഭാരപ്പെടുന്ന സകല പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വാർദ്ധക്യത്തിലും ക്ഷീണത്തിലുമായിരിക്കുന്ന ഒത്തിരി മാതാപിതാക്കന്മാരുണ്ട് കർത്താവെ. അപ്പാ എൻ്റെ കർത്താവെ കഴിഞ്ഞ കാലങ്ങൾ
ഭാരങ്ങൾ അങ്ങേ ചുമന്ന് വിശ്രമ ജീവിതം നയിക്കുമ്പോൾ കർത്താവെ നീ അവരെ ചുമക്കണമേ, അവരെ കരം പിടിച്ച് നടത്തണമേ കർത്താവെ. അസ്ഥികളൊന്നും ഒടിഞ്ഞു പോകല്ലേ കർത്താവെ. ഹോസ്പിറ്റലിന്റെ ഉള്ളറകളിലായിരിക്കുന്ന എല്ലാ മാതാപിതാക്കന്മാരെ വിടുവിച്ച് മാനിച്ചുയർത്തണം കർത്താവെ. ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. അപ്പൊ അവരെല്ലാം അങ്ങ് വചനം അയച്ച് സൗഖ്യപ്പെടുത്തി കർത്താവെ. ആരോഗ്യവും സൗഖ്യവും ബലവും കൊടുക്കണമേ. ആരുടെ നന്മയോ ആശുപത്രിക്കാർക്ക് കൊടുക്കുവാൻ സമ്മതിക്കല്ലേ. ദൈവരാജ്യ മഹത്വമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. സ്തോത്രം സ്തോത്രം. ലിവർ പേഷ്യന്റിനെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവെ. ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന കർത്താവെ. പുതിയ അവയവങ്ങളെ സൃഷ്ടിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. മനുഷ്യയുടെ മാതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുകയപ്പ കർത്താവെ. നിന്റെ മകളുടെ ശരീരാത്മദേഹങ്ങളെ ബലപ്പെടുത്തണമേ കർത്താവെ. അപ്പ ഞങ്ങളുടെ മാതാപിതാക്കന്മാരൊക്കെ കർത്താവെ രോഗിയുമായി കടന്നു പോകുമ്പോഴപ്പ കർത്താവെ അതൊക്കെ ഞങ്ങൾക്ക് ഭാരമാ കർത്താവെ, ഞങ്ങൾക്ക് വേദനയപ്പച്ച. അവിടുന്ന് ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാൻ നിന്നെ സൗഖ്യമാക്കുന്ന ഹോവേ എന്ന വചനം അയച്ച് ഇതാ ഞാൻ ആരോഗ്യവും സൗഖ്യവും വരുത്തുമെന്ന് ഞങ്ങളുടെ വാക്തത്വമാ കർത്താവെ. ഞങ്ങളുടെ നാട്ടിലായിരിക്കുന്ന സകല കുടുംബങ്ങളെ ഏൽപ്പിച്ച പ്രാർത്ഥിക്കേർത്ത ഒരു കുളമ്പ് പോലെ ശേഷിക്കാതെ എല്ലാവരും എൻ്റെ അപ്പനെ കണ്ടെത്തുവാൻ അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി എഴുന്നേൽക്കുവാൻ തക്കവണ്ണം കർത്താവിടെ ആക്കണമേ. ആരും നശിച്ചു പോകുവാൻ അങ്ങ് സമ്മതിക്കല്ലേ. പിന്മാറിപ്പോകുന്നവരെ മടക്കി കൊണ്ടുവരണം കർത്താവെ. അപ്പച്ച ഇന്ന് രാത്രി കാലം കടഭാരത്താൽ ഞെരുങ്ങുന്ന പ്രിയപ്പെട്ടവരുണ്ട് അപ്പച്ച. വസ്തു വിൽക്കുവാനും വാങ്ങുവാനും ഒക്കെ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ്. നാളെയുടെ ദിവസം അഭിമുഖീകരിക്കാൻ കഴിയാതെ ഭാരമേറിയ വിഷയങ്ങളുമായി ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരുണ്ട് കർത്താവ്. മനം തകർന്നവർക്ക് കർത്താവേ അവിടുന്ന് മനസ്സറിയണമേ കർത്താവേ. ഹൃദയം ഞുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണല്ലോ കർത്താവേ. മനസ്സേർന്നവരെ രക്ഷിക്കണമേ. അപ്പ ഏറിയ മനോഭാരത്തോടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനമയച്ച് ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവയുടെ വചനം കർത്താവെ തീയാണല്ലോ. തിങ്കൽ പാറയെ തകർക്കുന്ന ചുറ്റിക കർത്താവെ. ഏതൊക്കെ മേഖലകളിൽ പണിയപ്പെടണോ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി അയക്കണമേ കർത്താവെ. അപ്പ ഒത്തിരി ഭാരമേറിയ വിഷയങ്ങളുമായി ആരെന്നെ സഹായിക്കുമെന്നറിയാതെ നിലവിളിക്കുന്ന ജീവിതങ്ങളോട് ഇന്ന് രാത്രി ഇടപെടണമേ. ഇന്ന് രാത്രി വചനവുമായി നിൽക്കുന്ന അഭിഷേക്തനെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. വടക്കേ ഇന്ത്യയുടെ മണ്ണ് കർത്താവെ ആയിരിക്കുമ്പോൾ ഇന്ന് രാത്രി കാലം കർത്താവെ യഹോവയാൽ സംഭവിച്ചു മനുഷ്യന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യം എന്ന് പറയുമാറ് ദൈവത്തിന്റെ പ്രവൃത്തിന്റെ മകനെ കൂടി ഇന്ന് രാത്രി ഞങ്ങളുടെ ഗ്രൂപ്പിൽ കാണുവാൻ സഹായിക്കണമേ കർത്താവെ. ഗിരിവായ് തലയുള്ള ഏതുവാളിനേക്കാളും പ്രാണിനെ സന്ധിമച്ചകളെ ആത്മാവിന്റെ ചേതനകളെ തുളച്ചു കയറുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപിൽ ഭയത്തോടെ വിറയലോടെ ആയിരിക്കാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുവാൻ അങ്ങയുടെ വചനത്തിന് ശക്തിയുണ്ടല്ലോ കർത്താവെ. ഓരോ ജീവിതങ്ങളോട് ഇന്ന് രാത്രി കാലം അങ്ങ് സംസാരിക്കണമേ കർത്താവെ. അപ്പച്ച ഏതൊക്കെ വിഷയവുമായി കർത്താവിന്റെ പാദമെടുത്തിരിക്കുന്നു അപ്പ ഹന്ന ഹൃദയം കൊണ്ട് കരഞ്ഞതുപോലെ ദൈവസന്നിധി ഹൃദയം കൊണ്ട് കരയുന്ന പ്രിയപ്പെട്ടവരോട് കർത്താവെ അവിടുന്ന് ഇടപെടണമേ. ഞങ്ങളുടെ എല്ലാ അഭിഷേക്ത കുടുംബങ്ങളെ കഴിഞ്ഞ 2.5 വർഷമായി ഒരു ദിവസം പോലും മുടങ്ങാതെ ദൈവവചനം സംസാരിച്ച സകല ദൈവദാസന്മാരെ അവരുടെ കുടുംബങ്ങളെ ദൈവദാസിമാരെ കുടുംബങ്ങളെ എല്ലാം ഏൽപ്പിക്കുന്നു. ഇനിയും വരും ദിവസങ്ങളിലൊക്കെ നടക്കുന്ന ശുശ്രൂഷകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവഹിത പ്രകാരം ഓരോ ദിവസവും അങ്ങ് തന്നെ കർത്താവെ ഇത് നിയന്ത്രിച്ചു കൊള്ളുമാറാകണം. ആരും ജഡത്തി പ്രശംസിപ്പാനിടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രികാലം എല്ലാ കുടുംബങ്ങളെ എല്ലാ അഭിഷക്തന്മാരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അങ്ങയുടെ മണ്ണിൽ ഇരുന്ന് നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. അങ്ങയുടെ മണ്ണിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദേശം നഷ്ടപ്പെട്ടു പോകാനിടയാക്കല്ലേ. ശത്രു ജയമെടുപ്പാൻ സമ്മതിക്കല്ലേ കർത്താവെ. അപ്പൊ അനേകായിരങ്ങളുടെ പ്രാർത്ഥന ഈ രാജ്യത്തിനുണ്ടല്ലോ കർത്താവ്. അങ്ങയുടെ ആലയം തകർക്കപ്പെടുവാൻ സമ്മതിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പൊ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യണം, രഥങ്ങളെ തീയിലിടണം. അനേക പ്രിയപ്പെട്ട ഒരു നാട്ടിലൊക്കെ പോയിട്ട് കർത്താവെ മടങ്ങി വരാൻ കഴിയാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. അപ്പൊ അവരെയൊക്കെ മടക്കി കൊണ്ടുവരുവാൻ സ്വർഗമേ അല്പസമയത്ത് നിന്ന് നിർത്തിവെച്ചെങ്കിലേ മതിയാകത്തുള്ളൂ കർത്താവെ. കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രി എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെ വിട്ടുപോയ പ്രാർത്ഥനാ വിഷയങ്ങളെ എല്ലാം ഏൽപ്പിച്ചു പ്രാർത്ഥി. എല്ലാ രാജ്യങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥി. എല്ലാ രാജ്യം ഭരിക്കുന്നവരെ ഏൽപ്പിക്കുന്നു. എല്ലാ അഭിഷിക്തന്മാരെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സമാധാനം നഷ്ടപ്പെട്ട ലോകത്തില് അങ്ങയുടെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഞങ്ങൾ ഓടി അധ്വാനിച്ചു വ്രത എന്ന് പറയുവാനിടയാക്കാതെ
തക്കവണ്ണം കർത്താവേ നീ ഞങ്ങളെ മാനിച്ചുയർത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെ സ്തോത്രത്തോടപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. കർമ്മേൽ പ്രയർ ഗ്രൂപ്പ് വളരട്ടെ, പെരുകട്ടെ കർത്താവെ, വർദ്ധിക്കട്ടെ. അനേക രാജ്യങ്ങളിലേക്ക് അനേക പ്രിയപ്പെട്ടവർക്ക് വിടുതൽ ആശ്വാസമായി തീരുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ലീഡ് ചെയ്യുന്ന മകളെ ഏൽപ്പിച്ച്, കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങളെ ഏൽപ്പിക്കുന്നു. പാടിയ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ചവരെ കർത്താവെ, ഇന്ന് രാത്രി ക്ഷമയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നവരെ എല്ലാവർക്കും കർത്താവെ ഒരുപോലെ പ്രതിഫലം കൊടുത്ത് മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ സമ്പൂർണമായി താഴ്ത്തുന്നു. എന്റെ ജീവിതത്തിന്റെ കുറവ് രാത്രി കാലത്തെ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിന് തടസ്സമാകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുക നമ്മി വ്യാപരിക്കുന്ന ശക്തിയെ കഴിവുള്ള കർത്താവിന്റെ കരങ്ങളിൽ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം സ്തോത്രം സ്തോത്രം. സകലതും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ ചോദിക്കുക, കൃപയോട് കേട്ടുത്തരം മാറാകണമേ. ആമേൻ ആമേൻ ആമേൻ. അമീൻ അമീൻ. ഇത്രത്തോളം സമയം നമ്മൾ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവൻ അത്ഭുത മന്ത്രി വീരനാം ദൈവം സമാധാന പ്രഭു കർത്താവിന്റെ വചനത്തിൽ ഞങ്ങൾ ആശ്രയിച്ചു പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ രാജ്യത്തെ കർത്താവ് നിയന്ത്രിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സമശിഷ്ടങ്ങളൊക്കെ കർത്താവെ അവിടെ ആയിരിക്കുമ്പോൾ കർത്താവെ, വേദനകള്, പ്രയാസങ്ങള്, പ്രതികൂലങ്ങൾ ഒന്നും ഉണ്ടാവാതെ, ഭയപ്പാടൊന്നുമില്ലാതെ കഴിയുവാൻ കർത്താവ് അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് വചന ശുശ്രൂഷയ്ക്കുള്ള സമയമാണ്. അതിനായി നമുക്ക് സമയങ്ങളെ വേർതിരിക്കാം. നമ്മുടെ പ്രിയ അഭിഷിക്തനെ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് സ്നേഹത്തോടെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. കർത്താവേ സ്തോത്രം സ്തോത്രം. കർത്താവെ, പ്രിയ അഭിഷിക്തനെ സ്തോത്രത്തോടെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങളുടെ മുൻവചനവുമായി കടന്നു വരുമ്പോൾ കർത്താവെ, വചനവാതിൽ തുറന്നു കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളോട് ഇമ്പമേറിയ വചനങ്ങള്, ദൂതുകൾ, ആലോചനകൾ അറിയിക്കുവാൻ കർത്താവെ വെളിപ്പെടുത്തി കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്നേഹത്തോടെ ആദരവോടെ ഗ്രൂപ്പിലേക്ക് അഭിഷിക്തനെ സ്വാഗതം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സമയം എത്ര മണി മുതൽ എത്ര മണി വരെ ലാസ്റ്റ് കേൾക്കാമോ? സാധാരണ 10:30 വരെയാണ്. പിന്നെ സമയം പോലെ. ഓക്കെ 10:30. ഓക്കെ. ഇവാൽമാവ് നിയോഗിക്കുന്ന പോലെ ശുശ്രൂഷ എടുക്കാൻ പാസ്റ്ററെ. ആമേൻ. എന്റെ ശബ്ദം കേൾക്കാനോ? കേൾക്കാം. ഓക്കെ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഈ ഭൂമിയിൽ ഒരു അവസരം ഒരുക്കിയതോർത്ത് ഞാൻ ദൈവത്തിന് ആദ്യമായി നന്ദി കരേറ്റുകയാണ്. ഇന്ന് രാത്രികാലം നല്ല പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇന്ന് രാത്രികാലം തിരഞ്ഞെടുത്ത ആ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിലുപരിയായി കർമ്മേൽ ഫെലോഷിപ്പിന്റെ നേതൃത്വത്തെ സ്ഥാനം വഹിക്കുന്ന അഭിഷക്ത കർത്തൃദാസിക്കും ഇന്ന് സങ്കീർത്തനം വായിക്കുകയും അതിൽ കുറെ സംസാരിക്കുകയും ചെയ്ത അഭിഷക്ത കർത്തൃദാസി, അതുപോലെ തന്നെ ലീഡ് ചെയ്ത അഭിഷക്ത കർത്തൃദാസി, എല്ലാവരുടെ പേരുകൾ ഞാൻ പറയാതെ പെട്ടെന്ന് പറഞ്ഞു വിടുന്നു എന്നുള്ളൂ. എല്ലാവർക്കും ക്രിസ്തുവിലുള്ള നന്ദിയും വന്ദനം ഇന്ന് രാത്രികാലം അറിയിക്കുന്നതോടൊപ്പം തന്നെ കടന്നു വന്ന എല്ലാ അഭിഷക്ത ദാസന്മാർ, അതിലുപരിയായി എന്നെ ഇതിലേക്ക് പരിചയപ്പെടുത്തുകയും എന്നെ സഹോദര തുല്യം സ്നേഹിക്കുന്നു പ്രിൻസ് ദോഗ എന്ന് പറയുന്ന ആ അഭിഷക്ത ദാസനും നന്ദിയും വന്ദനം ഞാൻ ഈ രാത്രികാലം അറിയിക്കുന്നു. എന്റെ പേര് ഇതിൽ എഴുതിയിരിക്കുന്ന പോലെ ബേബി പി എബ്രാഹാം, ബീഹാറിൽ നിന്നാണ്. ഞാൻ നോർത്ത് ഇന്ത്യയുടെ പ്രദേശത്ത്, ബീഹാർ എന്ന് പറയുന്ന പ്രദേശത്ത് ഏകദേശം 32 വർഷക്കാലത്തോളമായി കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഞാനായിരിക്കുന്ന ഇടത്ത് ഞങ്ങൾ മലയാളികളായിട്ട് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, ഞങ്ങൾ പാർക്കുന്ന ചുറ്റുപാട്. എന്നാൽ ഞങ്ങളുടെ ഈ ഡിസ്ട്രിക്റ്റിൽ തന്നെ വളരെ ചുരുക്കം മലയാളികളുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്ന കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ഈ പ്രദേശത്ത് എത്രത്തോളം നിലനിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ഇന്ന് രാത്രികാലം പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളോട് സംസാരിക്കും. നമുക്ക് ഒരാഗ്രഹവും മനസ്സിലൊരു വിശപ്പും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം ആ വിശപ്പ് അറിഞ്ഞ് നമുക്ക് ഭക്ഷണം തരുവാൻ ഇടയായിത്തീരും. ആഗ്രഹം അറിഞ്ഞ് നമ്മളെ തൃപ്തിപ്പെടുത്തുവാൻ ഇടയായിത്തീരും.
പ്രൈസ് ലോർഡ്. ഇവിടെ ബീഹാറിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ ആഴമായ കാര്യങ്ങളെ കുറിച്ചൊന്നും വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. വളരെ യേശുവിന്റെ സ്നേഹത്തെയും യേശുവിന്റെ വരവിനെയും യേശുവിന്റെ വിടുതലിനെയും യേശുവിന്റെ അത്ഭുത പ്രവൃത്തികളൊക്കെ പറഞ്ഞാൽ ആ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ഏറ്റെടുത്ത് അത് പ്രകാരം വിശ്വസിപ്പാൻ തക്കോണം ഇടയാകുന്ന ഒരു മുഖാന്തരമാണ് ഇവിടെ ഉള്ളത്. എന്നാൽ ഞങ്ങൾ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ നേപ്പാളിന്റെ പ്രദേശത്തും കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ കടന്നുപോയി അവിടെയുള്ള ജനത്തെയും ആത്മാവിന്റെ വചനത്തിന്റെയും ആ വിശ്വസ്തതയെ ഞങ്ങൾ അവർക്ക് വർണ്ണിച്ചു കൊടുപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. ഇന്ന് രാത്രി സമയം നമുക്ക് തന്നിരിക്കുന്ന സമയത്ത് തന്നെ നിർത്തുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. കാരണം നമുക്ക് ഉറങ്ങേണ്ട സമയമാണല്ലോ ഈ 10:30 എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷെ ഇവിടേക്ക് ഞങ്ങൾ താമസിക്കുന്നിടത്തും ഇത് വളരെ ചൂട് ഉള്ളതുകൊണ്ട് ഞങ്ങൾ കിടക്കുമ്പോൾ ചിലപ്പോൾ 1 മണിയൊക്കെ കഴിയും. അധികം ദിവസം 1 മണി കഴിയുമ്പോഴേ കിടക്കത്തുള്ളൂ, ചൂട് കൂടുതൽ കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം നിങ്ങൾ പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം നമുക്കൊരു തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. പ്രൈസ് ദി ലോർഡ്. 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. ആരെങ്കിലും ഒരാളൊന്ന് വായിച്ച് സഹായിച്ചാൽ വളരെ നന്നായി. ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തന്റെ ഹൃദയം താന്താന്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ആമേൻ. ആമേൻ. തിരുവചനം നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു തിരുവചന വാക്യമാണെങ്കിലും ഈ മീറ്റിങ്ങിനോടുള്ള ബന്ധത്തിൽ എനിക്ക് ദൈവാത്മാവ് തന്ന ഒരു വചനമാണ് ഇന്ന് രാത്രികാലം വായിച്ചത്. സ്തോത്രം. നമ്മൾ ദാവീദിനെ കുറിച്ച് ഇന്ന് സന്ധ്യാസമയത്ത് സങ്കീർത്തനം വായിച്ചപ്പോൾ ദൈവദാസി അതിനെക്കുറിച്ച് അല്പസമയം വിവരിച്ചു, ദാവീദിന്റെ കഷ്ടതകളെ കുറിച്ച്. അപ്പോൾ എനിക്ക് സ്പഷ്ടമായി മനസ്സിലായി ഈ വചനം ദൈവികമായ വചനമാണ്. ഇന്ന് രാത്രികാലം ദൈവജനത്തോട് തീർച്ചയായിട്ടും ദൈവം ഇടപെടും. ചിലപ്പോൾ എൻ്റെ മലയാളത്തിന് സ്വല്പം വേരിയേഷൻ ഉണ്ടായിരിക്കാം. നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഒന്ന്, ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം തൃശ്ശൂരാണ്. എൻ്റെ വീട് തൃശ്ശൂരാണ്. ഞാൻ വിവാഹം കഴിച്ചത് തെക്കേ നാട്ടിലാണ്, തിരുവല്ലയിൽ നിന്നും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എനിക്കുണ്ടാകുന്ന ഒരു കുറവ് എന്തെന്ന് വെച്ചാൽ ഞാൻ തിരുവല്ലയിൽ നിന്നും എൻ്റെ വീട്ടിൽ വരുമ്പോൾ പറയും, ആൾക്കാർ പറയും, എടാ നീ തിരുവല്ല ഭാഷ പറയാതെ ഇവിടുത്തെ ഭാഷ പറ. ഞാൻ ഇവിടെ വീട്ടിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും തിരുവല്ല ചെല്ലുമ്പോൾ പറയും, എൻ്റെ മോനെ ഈ തൃശ്ശൂർ ഭാഷ വിട്ടിട്ട് ഇവിടുത്തെ ഭാഷ പഠിക്കും എന്നിങ്ങനെ പറയുന്ന. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ആയതുകൊണ്ട് ചിലപ്പോൾ മലയാളം അറിയത്തില്ല എന്നല്ല, ഭാഷയിൽ ചിലപ്പോൾ വേരിയേഷൻ ഉണ്ടാകാം. അത് മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് രാത്രികാലം നിങ്ങൾക്ക് പ്രാർത്ഥനയോടെ ഇരിക്കാം. ദൈവാത്മാവ് തീർച്ചയായിട്ടും സംസാരിപ്പാൻ ഇടയായിത്തീരും. ഭാഷയുടെ കാര്യത്തിലല്ലല്ലോ ദൈവാത്മാവ് ഇടപെടുന്നത്, നമ്മുടെ ആത്മീയ ഒരുക്കത്തിലാണ് ദൈവം ഇടപെടുന്നത്. ഇവിടെ ദാവീദിന്റെ ചരിത്ര പശ്ചാത്തലത്തെ ഞാൻ വിവരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വേദശകലമായതുകൊണ്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തന്മാരായ കർത്തൃപിത്തന്മാർ അഭിഷേകത്താൽ നിറഞ്ഞുകൊണ്ട് ആത്മാവിന്റെ ശക്തി കൊണ്ട് ആത്മാവിന്റെ പുതുക്കം കൊണ്ട് ഇന്ന് വചനം സംസാരിക്കും. അത് കേട്ട് ബലപ്പെട്ട് ശക്തിപ്പെട്ടിരിക്കുന്ന ദൈവജനത്തിന്റെ മുൻപാകെ ഇന്ന് രാത്രികാലം ഈ വചനവുമായി നിൽക്കുമ്പോൾ ഇന്ന് രാത്രികാലം തീർച്ചയായിട്ടും ദൈവം നിങ്ങളോട് ഇടപെടും എന്നുള്ള ഒരു വിശ്വാസത്തോടെ ആണ് ഇന്ന് രാത്രികാലം ഈ വചനമായിട്ട് ഞാൻ നിൽക്കുന്നത്. വചനം നമ്മുടേതല്ല, വചനം ദൈവത്തിൻ്റെതാണ്. നമ്മളും ദൈവത്തിൻ്റെതാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് ദൈവം ഇടപെടണമെങ്കിൽ നാം ദൈവത്തോടു കൂടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഇന്ന് രാത്രികാലം ദാവീദിനെ കുറിച്ച് ദാവീദ് തന്റെ ജീവിത അനുഭവത്തിൽ വളരെ കഷ്ടത്തിലായ അനേക സംഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. കഷ്ടത്തിലായ സമയത്തെല്ലാം ദൈവം ദാവീദിന്റെ പ്രാർത്ഥന കേട്ട് ദാവീദിനെ വിടുവിച്ച ചരിത്രം തിരുവചനത്തിലുണ്ട്. എന്നാൽ ഇന്ന് രാത്രികാലം ഇവിടത്തെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് കടന്നു വന്ന് അല്പസമയം ചിന്തിപ്പാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. ഇവിടെ ദാവീദ് ഹല്ലേലൂയ സിഗ്ലാഗിൽ തിരിച്ചു വന്നു 3 ദിവസത്തെ യാത്ര കഴിഞ്ഞ് അവൻ തിരിച്ചു വരുന്ന സമയത്ത് ഉണ്ടായ ഒരു പശ്ചാത്തലം ഇങ്ങനെയാണ്. അതിന്റെ 1-ാം വാക്യം നിങ്ങൾക്ക് വായിക്കേണ്ട, നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അവിടെ വരുമ്പോൾ ആ സിഗ്ലാഗിൽ വരുന്ന സമയത്ത് പ്രൈസ് ദി ലോർഡ് അവിടെ ഉണ്ടായ ഒരു വലിയ അമാലേക്കർ കടന്നു വന്ന് അവന്റെ മക്കളെയും ഭാര്യമാരെയും
അവനോട് കൂടി ഉണ്ടായിരുന്ന 600 പേരുടെ കുട്ടികളെയും ഭാര്യമാരെയും ആടുകളെയും മാടുകളെയും പിടിച്ചു കൊണ്ടുപോയതല്ലാതെ അവർ ബാക്കി ഒന്നും വാളിന്റെ വായ്ത്തലയാൽ കൊല്ലുകയോ തീ വെച്ച് നശിപ്പിക്കുകയോ ഇടയായില്ല. ഇന്ന് രാത്രികാലം ദൈവവേദനെ നിന്റെ ഒന്നും നശിപ്പാൻ ദൈവം ഇടയാക്കിയിട്ടില്ല. നിന്റെ കരങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് രാത്രികാലം മടക്കി തരുവാൻ ദൈവം ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. നീ പറയുമായിരിക്കും, എന്റെ നഷ്ടപ്പെട്ടു പോയി, എന്റെ കരങ്ങളിൽ ഇല്ലാതെയായി, ഇനി അത് ലഭിക്കുമോ ഇല്ലയോ എന്ന് ചിന്തിക്കുന്ന സ്ഥാനത്ത്, ഇനി അത് ലഭിപ്പാൻ സാധ്യതകളുണ്ടോ, ഇനി എന്നിൽ കൂടെ അത് വെളിപ്പെടുമോ എന്ന് ചിന്തിക്കുന്ന സ്ഥാനത്ത് ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, നിന്റെ നഷ്ടപ്പെടുന്നത് ദൈവം മടക്കി തരുവാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ കണ്ണുകൊണ്ട് കണ്ടതായിരിക്കാം, വാസ്തവമായിട്ട് അതെല്ലാം കത്തി ചാമ്പലായി കിടക്കുന്നു. എന്നാൽ ചാമ്പലായെങ്കിൽ പോലും നിന്റേതായ വിഷയങ്ങൾ ചാമ്പലായിട്ടില്ല കേട്ടോ. ഇന്ന് രാത്രികാലം ദൈവാത്മാവ് ശക്തമായ ദൂത് വിളിച്ചു പറയുകയാണ്, നീ വിചാരിക്കും എല്ലാം നഷ്ടപ്പെട്ടു പോയി, എനിക്കിനി ഒന്നും ശേഷിച്ചിട്ടില്ല, എന്റെ ജീവിതം പരാജയത്തിന്റെ പടുകുഴിയിലാണ്, കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് പ്രാർത്ഥിച്ചത് ഒന്നും ലഭിച്ചിട്ടില്ല. ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായി ദൂത് വിളിച്ചു പറയുന്നു, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ഈ ദിവസങ്ങളിൽ, ഈ പ്രാർത്ഥന കഴിയുന്നതിന് മുൻപ് തന്നെ സ്വർഗത്തിലെ ദൈവം നിനക്ക് മടക്കി തന്നു മാനിക്കുമെന്ന് ദൈവാത്മാവ് ദൂത് കൈമാറുന്നു. ദാവീദിന് യാതൊരു ഹോപ്പും ഉണ്ടായില്ല. എന്നാൽ ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദിന്റെ കൂടെയുള്ളവർ ദാവീദിനെ കുറ്റം വിധിപ്പാനിടയായി. ദാവീദും കൂട്ടരും ഒരുപോലെ കരഞ്ഞവരാണ്. കൂടെയുള്ളവരും കരഞ്ഞു, കൂടെയുള്ളവരുടെയും നഷ്ടപ്പെട്ടു, ദാവീദിന്റെയും നഷ്ടപ്പെട്ടു. എന്നാൽ കൂടെ ഉള്ളവർ ദാവീദിന് എതിരെ നിന്നപ്പോൾ ദാവീദോ ദൈവത്തിൽ ശക്തിപ്പെട്ടു. ഇന്ന് രാത്രി ദൈവവേദനെ നിനക്കെതിരെ ശത്രു വെല്ലുവിളിക്കുന്നതുണ്ടെങ്കിൽ, വെല്ലുവിളിക്കുന്ന വിഷയമുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ദൈവാത്മാവ് ഒരു ദൂത് കൈമാറുന്നു, നീ ദൈവത്തിൽ ഒന്ന് ശക്തിപ്പെട്. പ്രതികൂലങ്ങളെ നോക്കിക്കണ്ട് അതിനെ നോക്കി വിചാരിക്കാതെ അതിന്മേൽ ജയം തരുന്ന, അതിന്മേൽ വിജയം തരുന്ന, അതിന്മേൽ നിന്നെ ജയത്തോടെ നടത്തുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ടെന്ന് ഇന്ന് രാത്രി തിരിച്ചവരിലേക്ക് മടങ്ങി വന്നുകൊണ്ട് ദൈവത്തിന് സ്തുതി കൊടുക്ക്. ദാവീദിന് അറിയാമായിരുന്നു, ഞാൻ കാട്ടിലായിരുന്നപ്പോൾ എന്നെ രക്ഷിപ്പാൻ എന്റെ അപ്പനുണ്ടായിരുന്നില്ല, എന്റെ അമ്മയുണ്ടായിരുന്നില്ല, എന്റെ സഹോദരന്മാരുണ്ടായിരുന്നില്ല, എന്റെ ചർച്ചക്കാരുണ്ടായിരുന്നില്ല, എന്റെ ദൈവം മാത്രമാണ് എന്റെ കൂടെ ഉണ്ടായിരുന്നത്. സിംഹവും കരടിയും കടന്നു വന്ന സമയത്ത് എന്നെ വലിച്ചു കീറി തിന്നാമായിരുന്നു, എന്നെ കൊന്നുകളയാമായിരുന്നു. ഇന്ന് ഭൂമിയിൽ ഞാൻ ഉണ്ടാകേണ്ടവനല്ല, എന്നാൽ ഈ ദൈവം എന്നോട് കൂടെ ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി ആരോടൊക്കെയോ ദൈവാത്മാവ് ദൂത് പിടിച്ചു പറയുന്നു, ഇന്ന് നീ ജീവിച്ചിരിക്കുന്നത് ഈ ദൈവം നിന്നോട് കൂടെ ഉള്ളത് കൊണ്ടാണ്. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ 124 സങ്കീർത്തനം. അയ്യോ, ഇങ്ങനെ ദാവീദ് വിളിച്ചു പറയുന്നു, ആ സമയം യഹോവ എന്നോട് കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ, വെള്ളം എനിക്ക് മീതെ കവിഞ്ഞു വന്നപ്പോൾ, ശത്രു എനിക്ക് മീതെ ഉയർന്നപ്പോൾ, യഹോവ എന്നോട് കൂടെ ഇല്ലായിരുന്നു എങ്കിൽ, ഇന്ന് രാത്രി ദൈവവേദനേ, നിന്റെ കഷ്ടതയിൽ ദൈവം നിന്നോട് കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ, നിന്റെ രോഗത്തിൽ നിന്നോട് കൂടെ ഉണ്ടായിരുന്നില്ല എങ്കിൽ, എതിർപ്പുകൾ വന്നപ്പോൾ ദൈവം നിന്നോട് കൂടെ ഉണ്ടായിരുന്നില്ല എങ്കിൽ, ഇന്ന് രാത്രി നീ ഭൂമുഖത്ത് കാണേണ്ടവളല്ല, കാണേണ്ടവനല്ല. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ദൈവത്തിന് നിന്നെ കുറിച്ചൊരു ഉദ്ദേശമുള്ളത് കൊണ്ട് ശത്രുവിന് വിട്ടുകൊടുത്തില്ല കേട്ടോ, ശത്രുവിന്റെ കരങ്ങളിൽ വിട്ടുകൊടുത്തില്ല. ദാവീദിന്റെ മേൽ ഒരു അഭിഷേകം കടന്നു വന്നതുപോലെ ഇന്ന് രാത്രി ദൈവവേദനേ, നിന്റെ മേൽ ഒരു അഭിഷേകം ഉള്ളത് കൊണ്ട്, നിന്നെ കുറിച്ച് ദൈവത്തിന് ചില പദ്ധതികൾ ഉള്ളത് കൊണ്ട്, കാട്ടിൽ കിടന്ന് മരിക്കേണ്ടവനല്ല, നിനക്കൊരു രാജ്യത്വം സ്വർഗം വെച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ 12 ഗോത്രത്തിന്മേൽ അധികാരത്തോടെ അഭിഷേകത്തോടെ എഴുന്നേൽപ്പാൻ നിന്റെ ദൈവം വിളിച്ചത് കൊണ്ട് സിംഹം നിന്നെ ഒന്നും ചെയ്യുവാൻ എന്റെ ദൈവം സമ്മതിക്കുന്ന ദൈവമല്ല. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് സ്പഷ്ടമായി പറയുന്നു, നിന്റെ പ്രശ്നമുണ്ടല്ലോ, പ്രശ്നമല്ലെന്ന്, നിന്നെ പുറത്തു കൊണ്ടുവരാനുള്ള ദൈവിക പദ്ധതിയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിന്നിലുള്ള കൃപ വെളിപ്പെടുത്തേണ്ട സമയമാണ്, നിന്നിലുള്ള അഭിഷേകം പുറത്തു കൊണ്ടുവരുന്ന സമയമാണെന്ന്
ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് കൈമാറുന്നു യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ദാവീദിന്റെ എതിരെ എല്ലാവരും നിന്നു. ദാവീദോ ഇവിടെ എഴുതിയിരിക്കും ദൈവത്തിൽ ശക്തിപ്പെട്ടു. എങ്ങനെ ശക്തിപ്പെടാൻ കഴിയും? എങ്ങനെ? സാഹചര്യം അതിന് അനുകൂലമല്ലല്ലോ. അവിടെ നിൽക്കുന്ന സാഹചര്യം നോക്കിയാൽ എല്ലാവരും അവന് എതിരായി തീർന്ന അവസ്ഥ. അവനോട് കൂടെ സഹകരിപ്പാൻ ആരുമില്ല, അവനോട് ആശ്വാസ വാക്ക് പറയാൻ ആരുമില്ല. ഒരുവൻ മാത്രം സ്വർഗത്തിലെ ദൈവം. ഇന്ന് രാത്രി ദൈവം നിന്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുകയാണോ? നിന്റെ മനസ്സ് കലങ്ങിയിരിക്കുകയാണോ? നിന്റെ ഹൃദയം മടുത്തിരിക്കുകയാണോ? എന്നാൽ ദൈവാത്മാവ് ഇന്ന് രാത്രി നിന്നോട് പറയുക, ഇല്ല കുഞ്ഞ്, നിന്നെ ഞാൻ പുറത്തു കൊണ്ടുവരുന്ന സമയമായിരിക്കുന്നു. നിന്റെ വിഷയത്തിന് മറുപടി, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി, നിന്റെ നഷ്ടത്തിന് പരിഹാരം, നിന്റെ വേദനയ്ക്ക് ഹല്ലേലൂയ ദൈവം വെച്ചിട്ടുണ്ടെന്ന് ഇന്ന് രാത്രി സ്വർഗം സാക്ഷ്യം പോലെ നിന്നോട് വിളിച്ചു പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ. ദാവീദിന് യാതൊരു പ്രത്യാശമില്ലാഞ്ഞിട്ടല്ല ദൈവത്തിൽ ആശ്രയിച്ചത്. ദാവീദിന്റെ അനുഭവം വെച്ചാണ് ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ചത്. അവനറിയാം, എല്ലാവരും വിട്ടാലും എന്റെ അപ്പൻ എന്നെ വിടുന്ന അപ്പനല്ല, അവൻ എന്നെ ചേർത്ത് പിടിക്കുന്നപ്പനാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവവേദന നിന്റെ അവസ്ഥയിൽ ആരും കാണത്തില്ലെങ്കിൽ, ഈ യോബിന്റെ കഷ്ടതയിൽ ഈ യോബിനോട് കൂടി ആരും കണ്ടില്ല. Nobody is there with him. അല്ലെങ്കിൽ ആരും തന്നെ അവനോട് കൂടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ അവന്റെ ജീവിതം ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിലായിരുന്നപ്പോ, പ്രൈസ് ദി ലോർഡ്, നമുക്ക് ചരിത്രം അറിയാമല്ലോ. ആ ചരിത്ര പശ്ചാത്തലത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ യോബിന്റെ ജീവിതം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തെ പോലെ അന്നത്തെ കാലത്ത് പ്രൈസ് ദി ലോർഡ് വചനത്തിന്റെ ശക്തമായ വെളിപ്പാടുകളില്ലായിരുന്നു, പ്രമാണമില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ് കേട്ടുകേൾവി മാത്രമുള്ള ഈ യോബ് ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, എത്രയോ പ്രവചനങ്ങൾ, എത്രയോ ദൈവദാസന്മാരിൽ കൂടെ എത്രയോ പ്രാവശ്യം നമ്മൾ വചനം വായിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഒരു പ്രശ്നം വരുമ്പോ നാം ക്ഷീണിച്ചു പോകുന്നത് എന്താണെന്നറിയാമോ? പലപ്പോഴും ആ വിശ്വാസത്തിന്റെ അളവിലേക്ക് നമുക്ക് വർദ്ധിച്ചു വരുവാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഹല്ലേലൂയ, ഇയ്യോബിന്റെ ജീവിതത്തിൽ അന്നത്തെ കാലത്ത് ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നെങ്കിൽ, അന്നവനോടൊരു ദൂത് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ, ഇയ്യോബ് ഇത്രമാത്രം ഹല്ലേലൂയ വിഷമത്തിന്റെ മധ്യത്തിലും അവൻ ദൈവത്തെ ശക്തമായി ആരാധിച്ചില്ല എന്നല്ല, ഇയ്യോബിന് വിശ്വാസ കുറവ് വന്നു എന്നുള്ളതിലല്ല. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിലാണ് ഇയ്യോബ് ജീവിച്ചിരുന്നെങ്കിൽ, ഇയ്യോബിനോട് വിളിച്ചു ചോദിച്ചാൽ ഇയ്യോബ് പറയും, എന്റെ ഭക്തന്മാരെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, എന്റെ ജീവിതത്തിൽ വന്നതെല്ലാം എനിക്ക് നന്മയ്ക്കായിട്ട് ഭവിച്ചു. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ വന്നതെല്ലാം നിനക്ക് നഷ്ടമായിട്ടല്ല, അത് നന്മയ്ക്കായിട്ട് ഭവിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിന്റെ നഷ്ടം എന്ന് പറയുന്നതുണ്ടല്ലോ, അത് ലാഭമാക്കി സ്വർഗം തീർക്കാൻ പോകുകയാണ്. നീ വിചാരിക്കും, എനിക്കെല്ലാം നഷ്ടമായി പോയി, എന്റെ ജോലി നഷ്ടപ്പെട്ടു, എന്റെ ജീവിതത്തിൽ ഉന്നതിയില്ല, എന്നെ കടഭാരം ഞെരുക്കുന്നു, രോഗം എന്നെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നു, എന്റെ കുടുംബക്കാരെന്നെ ഞെരുക്കുന്നു. ഇതെല്ലാം നിന്റെ നന്മയ്ക്കായിട്ട് വ്യാപരിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നവരായി തീരട്ടെ. Praise you Jesus, thank you Master. അടകാരകക്ഷത്തരെ അൽമാരകച്ചാനകരഹസ്യത്തരെ. ഇന്ന് രാത്രിക്കാലം ഞാൻ പറയട്ടെ, ദാവീദിന്റെ ജീവിതത്തിൽ അവന്റെ മക്കൾ നഷ്ടപ്പെട്ടതു, ഭാര്യ നഷ്ടപ്പെട്ടു, ദാവീദിന്റെ കൂടെയുള്ള 600 പേരുടെയും എല്ലാവരും നഷ്ടപ്പെട്ടു. എന്നാൽ ദാവീദ് മാത്രം ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ദൈവം തന്റെ ദാസനിൽ കൂടെ ഒരു വിടുതൽ നടത്തിയെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ ഒരു ദൂത് കൈമാറട്ടെ. ദൈവവേദനെ, നീ പറയും, എന്റെ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയി, എന്റെ വചന ധ്യാനം നഷ്ടപ്പെട്ടു പോയി, എന്റെ പഴയതുപോലുള്ള പാട്ടുകളും പഴയതുപോലുള്ള പ്രാർത്ഥന
പ്രാർത്ഥനയും പഴയതുപോലുള്ള ദർശനങ്ങളും നഷ്ടപ്പെട്ടു പോയി. ഇല്ല, അത് മടക്കി തരുന്ന ദിവസങ്ങളാണെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് കൈമാറുന്നു. യേശുവിന്റെ നാമത്തിൽ നീ പറയും, അയ്യോ, എന്റെ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ഇറങ്ങി തിരിച്ചപ്പോൾ എന്റെ പാട്ടും പ്രാർത്ഥനയും ഹല്ലേലൂയ, എന്റെ സ്തോത്ര സ്ഥലവും അത്ര ഗംഭീരമായിരുന്നു എന്ന് പറയും. എന്നാൽ ദൈവാത്മാവ് പറയുന്നു, കുഞ്ഞേ, അത് നഷ്ടമായിട്ടില്ല, അത് ഞാൻ മടക്കി തന്ന് നിന്നെ മാനിക്കാൻ പോകുന്നുവെന്ന് ദൈവാത്മാവ് ദൂത് കൈമാറുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ദാവീദ് ചോദിക്കുക, പ്രൈസ് ദി ലോർഡ്. അവൻ ദൈവത്തോട് ചോദിക്കൂ. അതിന്റെ 8-ാം വാക്യം കൂടി ഒന്ന് വായിച്ചിട്ട് ഞാൻ വിഷയത്തിലേക്ക് കടന്നു വരാം. 8-ാം വാക്യം ഒന്നും കൂടി വായിച്ചേ. ആരെങ്കിലും 8-ാം വാക്യം. എന്നാറെ ദാവീദ് യഹോവയോട്, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ, അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു. പിന്തുടരുക, നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും, സകലവും വീണ്ടുകൊള്ളുവെന്ന് അരുളപ്പാടുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് അരുളപ്പാട് ചോദിക്കണം. പ്രശ്നം വരുമ്പോൾ നമ്മൾ ഇരുന്ന് കരയുകയല്ല, നാം ദൈവത്തോട് അരുളപ്പാട് ചോദിക്കുന്നവരായി തീരാണ്. ഏഫോത്ത് കൊണ്ടുവന്നിട്ട് ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥന തുടങ്ങിയിട്ട് ദൈവത്തോട് ചോദിച്ചു, ഈ പരീക്ഷയെ ഞാൻ പിന്തുടരണമോ? ആമേൻ. ഇവരെ ഞാൻ പിടിക്കുമോ? ഞാൻ ജയിക്കുമോ? ദൈവശബ്ദം കേട്ടു ദാവീദ്. ദൈവശബ്ദം കേട്ട ദാവീദ് പിന്നെ അടങ്ങിയിരുന്നില്ല. ദാവീദ് എഴുന്നേറ്റു. ഇന്ന് രാത്രി ദൈവശബ്ദം കേട്ട ദൈവവേദനെ, നിന്നെ ഇരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഉടമാഗതരഘടകക്ഷ. ഇന്ന് രാത്രി ഞാൻ ദൂത് വിളിച്ചു പറയുന്ന പേരുകൾ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല, സമയത്തിന്റെ കുറവ് മൂലം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്നോട് ദൈവാത്മാവ് പറയുന്നു, നീ എഴുന്നേൽക്കാൻ പറയുക. നീ ദൂത് കേട്ടവളാണ്, പ്രവചനം കേട്ടവളാണ്, ദൈവശബ്ദം കേട്ടവളാണ്, ദൈവശബ്ദം കേട്ടവനാണ്. ഇന്ന് രാത്രി ദൈവശബ്ദം കേട്ട ദൈവവേദനെ, നിനക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. ഏത് പ്രതികൂല സാഹചര്യത്തെയും മറികടന്ന് യാത്ര ചെയ്യുവാൻ ഇന്ന് രാത്രി എന്റെ ദൈവം നിന്റെ മേലൊരു അഭിഷേകം പകർന്നിട്ടുണ്ട്. ദാവീദ് ക്ഷീണിച്ചവനാണ്, അവനും കെൽപ്പില്ലാതെ കരഞ്ഞു, അവന് ശക്തി ക്ഷയിക്കുവോളം കരഞ്ഞു. ഇന്ന് രാത്രി കരയുന്ന ആരോടൊക്കെയോ ദൈവാത്മാവ് ദൂത് കൈമാറുന്നു. യേശുവിന്റെ നാമത്തിൽ നയിൻ എന്ന പട്ടണത്തെ കുറിച്ച് സവിസ്തരമായിട്ട് നമുക്കറിയാവുന്ന ചരിത്രമാണ്. അവിടെ ഒരു മാതാവ് ഏകം മകൻ മരിച്ചുപോയ വിഷയമായിട്ട് അവൾ നിലവിളിച്ചുകൊണ്ട് ഗ്രാമത്തിൽ നിന്ന് പുറത്തോട്ട് വരികയാ. നയിൻ എന്ന് പറഞ്ഞാൽ സന്തോഷത്തിന്റെ ഭവനം, ഹാപ്പി, ഖുഷിയുടെ ഭവനം എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ ഭവനത്തിൽ, ആ ഗ്രാമത്തിൽ അതൊരു വിലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുക. ഗ്രാമനിവാസികൾ ഒരുമിച്ച് ഈ കുടുംബത്തിൽ കടന്നു വന്നു. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, ആ മകനെ ചൊല്ലി ലോകം പറഞ്ഞു, വൈദ്യന്മാർ പറഞ്ഞു, ഇവൻ മരിച്ചുപോയി, ഇനി അവനെ ശവക്കുഴിയിൽ വെച്ചിട്ടല്ലാതെ അടങ്ങത്തില്ലെന്ന് പറഞ്ഞ വിഷയം ഇന്ന് രാത്രി നിന്നെ കുറിച്ചും നിന്റെ കുടുംബത്തെ കുറിച്ചും നിന്റെ ജനനത്തെ കുറിച്ചും ലോകം പറഞ്ഞ വിധിയെ ദൈവം മാറ്റുവാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ നിന്നെ കുറിച്ച് ലോകം പറഞ്ഞില്ലേ നീ ഉയരത്തില്ലെന്ന്, ആ വിഷയത്തിന്മേൽ ദൈവം ഇത്രത്തോളം നിന്നെ മാനിച്ചില്ലേ? നിന്റെ തലമുറ വളരത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇത്രത്തോളം നിന്നെ വളർത്തിയില്ലേ? നിനക്കൊരു നല്ല കുടുംബം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് നല്ലൊരു കുടുംബം ചമയ്ക്കാൻ നിന്റെ കരങ്ങളെ ദൈവം ബലപ്പെടുത്തിയില്ലേ? ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുകയാ, ഉടമാഘതരെ അൽപുറാസക്കാനി അർദ്ധലകട്ടി കാബർ കദറാസഖേ. ഇന്ന് രാത്രി നിനക്കെതിരെ ചില കെട്ടുകളെ പോലും പൊട്ടിച്ചു കളയുവാൻ സ്വർഗം ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. ആമേൻ. ആ ഗ്രാമത്തിലേക്ക് യേശു പോകേണ്ട കാര്യമില്ലായിരുന്നു, എന്നാൽ യേശു അങ്ങോട്ട് പോയെന്ന് എഴുതിയിരിക്കുന്നു. എന്നാണെന്നറിയാമോ? ഈ പ്രാർത്ഥനയിൽ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. നിന്റെയും എന്റെയും വിഷയത്തിന്റെ മുമ്പിൽ ആർക്കും കൈകടത്തി പ്രവർത്തിപ്പാൻ കഴിയാത്ത വിഷയമായിരിക്കാം. ഇന്ന് രാത്രി നിന്റെ തലമുറയുടെ വിഷയമായിരിക്കാം, നിന്റെ ജോലി സംബന്ധ വിഷയമായിരിക്കാം, നിന്റെ കുടുംബ സംബന്ധ വിഷയമായിരിക്കാം, കടഭാരത്തിന്റെ വിഷയമായിരിക്കാം. ഇന്ന് രാത്രി ആ വിഷയത്തിന്മേൽ ദൈവം തൊടാൻ പോകുന്നു യേശുവിന്റെ നാമത്തിൽ. ഓ ക്ഷമക്കരെ അത്ഭുത
ഇന്ന് രാത്രി നിന്റെ വിഷയത്തിന്മേൽ ദൈവം തൊടുമെന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കും ദൈവവേദനെ? എനിക്കറിയത്തില്ല. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയാ, നിന്റെ വിഷയം ഒരിക്കലും ജപാരകക്ഷ വരത്തില്ലെന്ന്. ലോകം വിധി എഴുതിയ വിഷയത്തിന്റെ മേൽ എനിക്ക് മൂത്ത മകൻ ജനിച്ചു. ഓരോ 7-ാം മാസത്തിൽ അവൻ ജനനമുണ്ടായി. 1 കിലോ 100 ഗ്രാം. 9-ാം മാസത്തിൽ എലി കടിച്ചു. എലിവിഷം അവന്റെ തലയിൽ കയറി. പ്ലേഗ് എന്ന രോഗത്താൽ അവൻ ബാധിതനായി. ഡോക്ടർ പറഞ്ഞു അവന് തിരിച്ചു കിട്ടത്തില്ല, അവൻ മരിച്ചു പോകും എന്ന് പറഞ്ഞാൽ അന്നത്തെ സമയത്ത് അതിനുള്ള സജ്ജീകരണങ്ങൾ ഹോസ്പിറ്റലിൽ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അവനെ പഞ്ഞിയിൽ പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടുവച്ചാണ് ഞങ്ങൾ ചികിത്സിച്ചത്. എന്നാൽ അവന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു, അവന് വേണ്ടി ഞങ്ങൾ കരഞ്ഞു ദൈവസന്നിധിയിൽ. ദൈവം അവനെ മടക്കി തന്നു. അന്ന് ബുദ്ധിയുടെ വളർച്ച അല്പം കുറവുണ്ട്. 2ാമത്തെ മകന്റെ ഡെലിവറിയിൽ അവനും അമ്മയും കുഞ്ഞും മരിച്ചു പോകുമെന്ന് ഡോക്ടർ വിധി എഴുതി. അതിന്റെ മധ്യത്തിൽ 2നെയും സ്വർഗം വാപ്പസ് മടക്കി തന്നു. 3ാമത്തെ മകൾ ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവായി മഞ്ഞപ്പിത്തം കൂടി കരളിൽ കയറി പിടിച്ചു. ഡോക്ടർമാർ പറഞ്ഞു ഇവള് രക്ഷപ്പെടത്തില്ല. എന്നാൽ സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അവളെയും മടക്കി തന്നു. ഇന്ന് രാത്രി വെറുതെ വിളിച്ചു പറയുന്നതല്ല കേട്ടോ, അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഈ മരുഭൂമിയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുക, നിന്റെ വിഷയത്തെ ഇന്ന് രാത്രി ദൈവം തൊടാൻ പോകുക. ഇന്ന് നീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട്, ആരോടും പറയാതെ, പ്രാർത്ഥന വിഷയത്തിൽ പോലും പ്രാർത്ഥിക്കാൻ പറയാത്ത, നിന്റെ മനസ്സിൽ ഒതുക്കി വെച്ചുകൊണ്ട് അത് ആരോടും പറയണ്ട, അത് പറഞ്ഞാൽ ശരിയാകത്തില്ലെന്ന് പറയുന്ന വിഷയം ഇന്ന് രാത്രി ദൈവം മറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി ആ വിഷയത്തിന്മേൽ ഒരു മറുപടി ഉണ്ടെന്ന് ദൈവാത്മാവ് ദൂത് കൈമാറുന്നു. ലോകം കടന്നു വരിക, ഗ്രാമക്കാർ മൊത്തം കടന്നു വരിക. അവരെല്ലാം അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്, പോകട്ടെ, അങ്ങനെ സംഭവിച്ചു പോയി, അങ്ങനെ പോകട്ടെ എന്നെല്ലാം പറഞ്ഞു. അവൾ വീണ്ടും കരയുകയാണ്. അവൾ കരഞ്ഞ് ഏങ്ങലടിച്ചു കരയുന്നു. അവൾ തടിച്ചു കരയുന്നു. അവൾ വിലപിക്കുക. അവളോട് പറഞ്ഞു, ഇനി ഈ മകനിൽ നിന്ന് നിനക്കൊരു നന്മ കിട്ടാൻ പോകുന്നില്ല. ഈ മകനോട് കൂടെ നിനക്കൊരു വാസമില്ല. ഇനി മകന്റെ ഉയർച്ച നീ കാണത്തില്ല. ലോകം വിധി എഴുതി ഇവനെ കല്ലറയിൽ കൊണ്ടടക്കാൻ പോകുന്നു. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ നിന്റെ ആത്മാവിൽ ഒരു ദൂത് മാത്രമല്ല, ആ വിഷയത്തിന്മേൽ ഒരു വിടുതലുണ്ടെന്ന് ദൈവാത്മാവ് ദൂത് കൈമാറുന്നു. യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. അവൾ ഇങ്ങനെ വിലപിച്ചു പോകുമ്പോ അവൾ അറിയാത്തൊരു മനുഷ്യൻ, അവളുമായിട്ട് ബന്ധമില്ലാത്തൊരു മനുഷ്യൻ, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു മനുഷ്യൻ അവിടെ വന്നിട്ട് പറയാ, യെസ് മകളെ, അവളെ കണ്ടിട്ട് അവൻ മനസ്സലിഞ്ഞെന്ന പറയുന്നത്. ഇന്ന് രാത്രി ദൈവവൈതലേ, നിന്നെ നോക്കി മനസ്സലിയാണ് കേട്ടോ. ആർക്കും മനസ്സലിവില്ലാത്ത വിഷയത്തിന്മേൽ നിനക്ക് വേണ്ടി മനസ്സലിയുന്ന ഒരു കർത്താവുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവവൈതലേ, ദൈവദാസനെ നിന്നെ നോക്കി ദൈവാത്മാവ് ഒരു ദൂത് കൈമാറുന്നു. നിന്നെ നോക്കി മനസ്സലിയുന്ന അനീഷ് എന്ന് പറയുന്ന ആ ഡിവൈസിലിരിക്കുന്ന ആ ദൈവദാസിയോട് ദൈവാത്മാവ് ഒരു ദൂത് പറയാൻ എന്നോട് പറയുന്നത് കൊണ്ട് പറയാ, നിന്റെ വിഷയത്തിന് മേൽ ദൈവം ഇന്ന് രാത്രി പ്രവർത്തിക്കാൻ പോകുക. Praise you, Jesus. തകർന്ന വിഷയം. ആമേൻ. ഉടവക്കട്ടരെ അൽക്കരാസകന ഉള്ളത്തിന്റെ വേദന എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാതെ വണ്ണം വേദനയോടുകൂടി നോക്കുമ്പോൾ ഔട്ട് അപ്പിയറൻസ് കുഴപ്പമില്ല, ഹാപ്പി അത്രേ, എല്ലാം ഓക്കെ അത്രേ. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയാ, നിന്റെ വിഷയത്തെ ഒരു ചരിത്രം പ്രസിദ്ധമാക്കാൻ പോകുക. നീ പറയും, അതിന് എനിക്ക് എന്നാ ഉണ്ട് കഴിവ് നോക്കിയിട്ടല്ല, കർത്താവ് നിന്നെ നോക്കിയിട്ട് പ്രവർത്തിപ്പാൻ ആഗ്രഹിക്കുന്നു. നിന്റെ വിഷയത്തിന്
ഇന്ന് വരെ നടക്കാത്ത വിഷയത്തിന് മേൽ ഇന്ന് ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ പോകുക. കരയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം അവിടെ കൂട്ടമായി നിൽക്കുന്ന മനുഷ്യരുടെ മുമ്പിലേക്ക് നടന്നു വന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവദാസിയെ നിന്നോട് ദൈവം സ്വന്തമായി ദൂത് കൈമാറുന്നു. നിന്റെ വിഷയം ഹല്ലേലൂയ അർദ്ധഘട്ട പരസ്യ നിന്നെ ഹല്ലേലൂയ ഉയർത്തത്തില്ല, തല ഉയർത്തത്തില്ലെന്ന് വാദിക്കുന്ന വിഷയത്തിന് മേൽ ദൈവം ഉയർത്തി മാനിച്ച് ആദരിച്ച് നിന്നെ മാനിക്കുമെന്ന് ദൈവാത്മാവ് ദൂത് കൈമാറും. യേശുവിന്റെ നാമത്തിൽ അവൾ കടന്നു വരുമ്പോൾ യേശു അവിടെ നിന്നിട്ട് പറഞ്ഞു, മകളെ നീ കരയേണ്ട. എത്രയോ പേര് പറഞ്ഞിട്ടാ അവൾ കരഞ്ഞു. പക്ഷേ യേശുവിന്റെ വാക്ക് മറ്റുള്ളവർ പറയുന്നത് പോലെയല്ല കേട്ടോ. ആമേൻ. യേശുവിന്റെ വാക്കിന് പ്രത്യേകതയുണ്ട്. യേശുവിന്റെ വാക്കിന് ചില വിശേഷതകളുണ്ട്. യേശുവിന്റെ വാക്ക് തന്നെയാ. അത് പ്രവൃത്തി പദത്തിൽ വരുന്ന വാക്കുകളാ. അപാരകക്ഷ ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, യേശു പറഞ്ഞിട്ടുണ്ടോ ആ വാക്ക് മാറത്തില്ലേ? നീ കരയണ്ടെന്ന് പറഞ്ഞ പിന്നെ കരയേണ്ടി വരത്തില്ലെന്നേ. യേശു പറഞ്ഞു കരയണ്ടെന്ന് പറഞ്ഞാൽ ഇനി പിന്നെ നിനക്ക് ആ വിഷയത്തിന്മേൽ കരയേണ്ടി വരത്തില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, മാത്യു ചാക്കോ എന്ന് പറയുന്ന ഡിവൈസിൽ ഇരിക്കുന്ന ദൈവവൃത്യനോട് ദൈവാത്മാവ് പറയുക, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വാക്ക് മാറത്തില്ല കേട്ടോ. അല്ലെങ്കിൽ പർവ്വതം മാറിപ്പോകും, കുന്നുകളും മാറിപ്പോകും, എന്റെ വാക്കിനും മാറ്റമില്ലെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് കൈമാറുകയാ. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് വാക്ക് പറഞ്ഞതാ. ഞാൻ നിന്നെ മാനിക്കുമെന്നും ഞാൻ നിന്നെ ഉയർത്തുമെന്നും നിന്നെ അത്ഭുതകരമായി നടത്തുമെന്ന് ഞാൻ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ വാക്ക് അങ്ങനെ തന്നെയെന്ന് നോഗയോട് ഞാൻ ഉടമ്പടി ചെയ്തതാ. അന്ന് ആകാശത്തിൽ ഇന്ദ്രധനുസ് കാണിച്ചുകൊണ്ട്, അയ്യോ മലയാളത്തിൽ പറഞ്ഞ മഴവില്ല് കാണിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവം ഇയ്യോബിനോട് ഉടമ്പടി ചെയ്ത ഉടമ്പടി ഇന്നും നമുക്ക് സാക്ഷിയായി ആകാശ മണ്ഡലത്തിൽ ഇടയ്ക്കിടെ വെട്ടിത്തിളങ്ങുമ്പോ നമ്മൾ ഓർക്കണമേ. ആമേൻ. നോഗയോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം ഇന്നും മാറാതെ നിൽക്കുന്നു. ദൈവവൃത്യനെ ഹല്ലേലൂയ എന്ത് ചെയ്യുന്നെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ദൈവാത്മാവ് പറയുന്നു, വാഗ്ദത്തം പറഞ്ഞവൻ ജ്ഞാനത്തെ മാറത്തില്ലെന്ന്. പ്രൈസ് യു ജീസസ്. യേശുവിന്റെ നാമത്തിൽ ആ സഹോദരി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു, വിലപിച്ചുകൊണ്ട് നിൽക്കുക. അവൾക്ക് എന്താ ഒന്നറിയുന്നില്ല. എല്ലാവരും അവനിൽ പ്രതീക്ഷ വെച്ചതാ, വളരെ പ്രതീക്ഷയോടെ ലാളിച്ചു വളർത്തിയതാ, അവനെ ആഗ്രഹിച്ചു വളർത്തിയതാ, അവന് ചോദിച്ചതെല്ലാം വാങ്ങിക്കൊടുത്തു വളർത്തിയതാ. പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഉണ്ടാകുന്ന ആ മാനസിക സംഘർഷം പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. അവിടെ ഒരു വാക്കും കൂടി ചേർത്തിട്ടുണ്ട്, അവൾ വിധവയാണെന്ന്. അവളുടെ മൊത്തം ആശ്രയം ഇവനിലായിരുന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നീ ആശ്രയിച്ചത് മാറിപ്പോകുകയാലും ആ ആശ്രയിച്ചതിൽ കൂടെ തന്നെ നിനക്ക് പ്രതിഫലം തരും. നീ വിചാരിക്കും, അയ്യോ ഇവനിൽ നിന്നും ഇവളിൽ നിന്നും എനിക്ക് വെള്ളം കിട്ടത്തില്ലെന്ന് പറഞ്ഞാൽ അവൻ തന്നെ നിന്നെ വെള്ളം തന്നു കുടിപ്പിച്ചു മാനിക്കും. ഗ്രാമക്കാരെല്ലാം പറഞ്ഞു, നീ ഇവനിലല്ല ആശ്രയിച്ചത്, ഇപ്പോൾ എന്ത് സംഭവിച്ചു? ആശ്രയം മറ്റുപോയില്ലേ? ദൈവം പറയില്ല കുഞ്ഞ്, നീ ആശ്രയിച്ച് അറ്റുപോയതല്ല, ആശ്രയിച്ചതിന്മേൽ ഒരു വിടുതൽ ഞാൻ നൽകാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവവൈദ്യരെ, നിന്റെ ജീവിതത്തിൽ നഷ്ടം വന്നതല്ല കേട്ടോ, ലാഭം വന്നതാണെന്ന് വിചാരിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാം പറയും നഷ്ടം വന്നെന്ന് പറയുന്നു. ഇല്ല, നമുക്ക് ലാഭം വന്നു. എന്താണെന്ന് അറിയാമോ? ലാഭം വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് ദൈവത്തോട് അടുത്തിരിക്കാൻ പറ്റുന്നു, ദൈവത്തോട് അടുത്തിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയാൻ പറ്റുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ സാക്ഷ്യങ്ങൾ ഒന്നും പറയുന്നില്ല, കാരണം 33 വർഷക്കാലം ഈ ബീഹാറിന്റെ മണ്ണിൽ ഹല്ലേലൂയ ഹല്ലേലൂയ മലേ
ഞങ്ങൾ നടന്നു അനുഭവിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുകയാണ്, ദൈവ പൈതലേ, ലോകം പറയും, മനുഷ്യരെല്ലാം പറയും, എന്തിനാ മക്കളെ അവിടെ കിടന്ന് ചാകുന്നത്? സ്തോത്രം, ആമേൻ. എന്നാൽ എന്നോട് ദൈവം ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ആ വാഗ്ദത്തത്തിൽ പിടിച്ചു ഞാൻ നിൽക്കുന്നു. ദൈവം 100% അത് പ്രവർത്തിക്കും. ഇന്ന് രാത്രികാലം ദൈവ പൈതലേ, ഹല്ലേലൂയ, ഈ ഡെഡ് ബോഡിയുമായിട്ട് വന്ന് അതിനെക്കുറിച്ച് ഒത്തിരി ഒന്നും ഞാൻ പറയുന്നില്ല. ഒരു ദൂത് കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുക വിഷയത്തെ. ഹല്ലേലൂയ. ആ ഡെഡ് ബോഡി കൊണ്ടുവന്ന് ഒരു ശവപ്പെട്ടി വീട്ടിൽ നിന്ന് എടുത്താൽ വഴിയിലൊന്നും നിർത്തി കാണിക്കാനോ അല്ലെങ്കിൽ ഇറക്കി വെക്കാനൊന്നും ആരും സമ്മതിക്കും. നിർത്തി കാണിക്കുമായിരിക്കും, താഴോട്ട് ഇറക്കി വെക്കുന്ന ചരിത്രമില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശു പറഞ്ഞു ആ വിഷയം താഴോട്ട് വെക്കി. ഇന്ന് രാത്രി ഉപവാസ പ്രാർത്ഥനയിൽ കൂടി വന്ന ദൈവമക്കളോട് ദൈവാത്മാവ് പറയാ, നിന്റെ വിഷയം താഴോട്ട് ഇറക്കി വെക്കി. നീ തലയിൽ വെച്ച് ചുമ്മിക്കൊണ്ട് നടക്കല്ലേ. ഹല്ലേലൂയ. നോക്കിയാൽ പറയും, വയസ്സെത്രയുണ്ട്? 40 തലയും നരച്ചു, മുടിയും നരച്ച്, കണ്ണും കുഴിഞ്ഞു, പ്രായം തോന്നിയതുപോലെ തോന്നും. കാരണം എന്നാ? ദൈവവചനം പറയുന്നുണ്ട്, സകല ചിന്താകരവും അവന്റെ മേലിട്, ഇടത്തില്ല. ഹല്ലേലൂയ. രോഗം വിളിച്ചു വരുത്തിയ കൊളസ്ട്രോള്, ഡയബറ്റീസ്, എല്ലാ രോഗമുണ്ട്. എന്താ? നമ്മൾ ദൈവവചനം വായിക്കുന്നു, പക്ഷേ അത് പ്രാവർത്തികമാക്കുന്നില്ല. ദൈവവചനം പറയുന്നു, നിന്റെ സകല ചിന്തകളും യഹോവയിൽ ഇട്ടുകൊള്ളണം. മക്കൾ യഹോവ തന്ന ദാനമാണ്. ഉദരബലം അവന്റെ പ്രതിഫലമാണ്. മക്കൾ ആര് തന്നതാ? ദൈവം തന്നതാ. ദൈവകരങ്ങളിൽ ഏൽപ്പിക്ക്. ദൈവത്തോട് പറ, അങ്ങ് തന്നതാണ് കേട്ടോ, അങ്ങ് നോക്കിക്കൊള്ളണം. അവന്റെ ഭാവി അങ്ങാണ് നോക്കേണ്ടത്. അങ്ങയുടെ വിഷയമാണ്. ഞാൻ അങ്ങയുടെ കാര്യം നോക്കുന്നു. ആരൊക്കെയോ തലമുറകളെ കുറിച്ച് അല്ലെങ്കിൽ വളരെയേറെ ഭാരപ്പെട്ടുകൊണ്ട് അവൻ എന്തായിത്തീരും, അവനെ എന്തായി മാറുമെന്ന് ചിന്തിക്കുന്ന സ്ഥാനത്ത് ഇന്ന് പകൽക്കാലം ഞാൻ ഈ സന്ധ്യാസമയത്ത് ഒരു ദൂത് കൂടെ നിങ്ങൾക്കായി വിളിച്ചു പറയട്ടെ. മോശയ്ക്ക് എന്ത് ഭവിക്കുമെന്ന് കാണുവാൻ അവന്റെ പെങ്ങൾ നോക്കി നിന്നപ്പോൾ അവളുടെ പെങ്ങൾക്ക് പോലും വിശ്വസിപ്പാൻ കഴിയാത്ത നിലവാരത്തിൽ സ്വർഗത്തിലെ അപ്പൻ ആ പൈതലിന് വേണ്ടി പ്രവർത്തിച്ചെങ്കിൽ, ഇന്ന് രാത്രി നിന്റെ പൈതങ്ങൾക്ക് വേണ്ടി സ്വർഗം പ്രവർത്തിക്കാൻ പോകുക. നിനക്ക് വിശ്വസിപ്പാൻ കഴിയാത്ത നിലവാരത്തിൽ, നിന്റെ കുടുംബത്തിൽ ആരും എത്തിപ്പിടിക്കാത്ത സ്ഥാനത്ത്, നിന്റെ കുടുംബത്തിൽ ഇല്ലാത്ത യോഗ്യത നിന്റെ തലമുറയ്ക്ക് കൊടുത്ത് ദൈവം മാനിക്കുമെന്ന് ഞാൻ വിളിച്ചു പറയുകയല്ല, ദൈവാത്മാവ് വിളിച്ചു പറഞ്ഞ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോളി സാമുവേൽ എന്ന് പറയുന്ന ആ ഡിവൈസിലിരിക്കുന്ന ദൈവരാശിയോട് പറഞ്ഞ വിശ്വസിക്കൂ, നിന്റെ തലമുറ, ഹല്ലേലൂയ, അബ്രാഹാമിന് തലമുറയില്ലാത്ത സമയത്ത് ദൈവവാഗ്ദത്തം കൊടുത്തത് എന്താണെന്ന് പറഞ്ഞ്, നിന്റെ തലമുറ കടൽക്കരയിലെ മണൽത്തരി പോലെയും ആകാശത്തിലെ നക്ഷത്രമായി തീരും. ആമേൻ. പക്ഷേ തലമുറയില്ലാത്ത വാഗ്ദത്തമായി കിട്ടിയത്. ഹല്ലേലൂയ. എന്നാൽ ദൈവം പറഞ്ഞാൽ ദൈവം അത് മാറ്റത്തില്ല. ഹല്ലേലൂയ. ക്ലിയർ ആണോ? ശബ്ദം ക്ലിയർ ആണോ? ഓക്കെ. ദൈവദാസിയെ, ഇന്ന് രാത്രി ദൈവത്തിൽ വിശ്വസിക്കും. ദൈവാത്മാവ് പറയുന്നു, ദീപാരക്ഷത്തരെ അർദ്ധകരക്ഷ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുക. ദൈവദാസിക്ക് വേണ്ടി ഇന്ന് രാത്രി വിശ്വസിക്ക, പ്രാർത്ഥിക്ക. ദൈവപ്രവൃത്തി വെളിപ്പെട്ട് മഹത്വം കാണാൻ പോകുക. ഹല്ലേലൂയ. രക്ഷത്തരെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ തലമുറ അവിടെ വെച്ച് ദൈവപ്രവൃത്തിക്കായി വെളിപ്പെടാൻ ഇടയായി. അവൻ പിന്നീട് കുടുംബസ്ഥനായി തീർന്നു കാണും. അവന് പിന്നീട് തലമുറയായി കണ്ടു കാണും. ആ മാതാവ് അതെല്ലാം കണ്ടിട്ട് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നിന്റെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കാണുകയില്ല, ലഭിക്കയില്ല, ഉണ്ടാകത്തില്ല എന്ന് പറയുന്നതിനെ
എല്ലാം നീ കണ്ട് സന്തോഷിച്ചിട്ടേ ദൈവം ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുത്തുള്ളൂ. പ്രിൻസ് ദോഗ എന്ന് പറയുന്ന ഡിവൈസിലേക്ക് അച്ചായ ദിവാരകക്ഷത്തില് ക്രൂശ് ചുമന്ന കുറിയനക്കാരനായ ശീമോന്റെ 2 തലമുറകളും, ഒന്ന് ക്രിസ്തുവിൽ പ്രസിദ്ധനായി, ഒന്ന് ലോകപ്രകാരം പ്രസിദ്ധനായി. നമുക്ക് യാതൊരു യോഗ്യതയുമില്ല. നമുക്ക് ഈ ക്രൂശിന്റെ അറ്റം ഒന്ന് ചുമന്നാൽ മതി കേട്ടോ. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, അതാരകസ്യത്തരെ നിന്നെ നോക്കി ദൈവാത്മാവ് പറയുന്നു, നിന്നിൽ കൂടെ എനിക്കൊരു പ്രവൃത്തി ചെയ്യുവാനുണ്ട്. ആട്ടാറാസ്യ ദൈവമേ, അത് എന്ത് പ്രവൃത്തിയാ? നീ ആ ക്രൂശിന്റെ അറ്റം ഒന്ന് തൊട്. നീ തൊട്ടിരിക്കുന്നു എന്നുള്ളത് വാസ്തവമാണെങ്കിലും പിന്നെയും ദൈവാത്മാവ് ഒന്നുകൂടെ പറയാ, ഒന്നുകൂടെ ഒന്ന് തൊടുമോ? ആട്ടാ, നിന്റെ തലമുറകളെ ഞാൻ മാനിച്ച് ശ്രേഷ്ഠനാക്കി. അതാരകക്ഷ കുറിയനക്കാരനായ ശീമോന്റെ തലമുറയെ മാനിച്ചെങ്കിൽ ഞാൻ നിന്റെ തലമുറയെ മാനിക്കുമെന്ന് ദൈവാത്മാവ് ദൂത് കൈമാറുന്നു. ഹല്ലേലൂയ. ഏതായി സമയം പോകുന്നല്ലോ എന്നോട്. ഹല്ലേലൂയ. ഇവിടെ ദാവീദ് വളരെ കരഞ്ഞിട്ട് അവൻ ചോദിച്ചു, ദൈവത്തോട് ആലോചന ചോദിച്ചു. ദൈവമേ, ഞാൻ എന്ത് ചെയ്യണം? ചെയ്തോട്ടെ, ചെയ്തോ. ഞാൻ പോയാ കിട്ടും, നിശ്ചയമായിട്ടും കിട്ടും. ദാവീദ് വാക്ക് കേട്ടു. കൂടെ പോയവരിൽ 200 പേര് പറഞ്ഞു, ഞങ്ങൾ വളരെ ക്ഷീണിച്ചിരിക്കുക. ദാവീദ് ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവത്തിൽ ശക്തിപ്പെട്ട ദാവീദ് 400 പേരുമായിട്ട് മുൻപോട്ട് പോയി. അപാരകക്ഷ അവന് ദൈവശബ്ദം കേട്ടവനാണ്. ഇന്ന് രാത്രി ദൈവശബ്ദം കേട്ട ദൈവവൈദ്യനെ, നീ തളർന്നിരിക്കരുത് കേട്ടോ. ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായിട്ട് ദൂത് വിളിച്ചു പറയാ. അമ്മാറകസ്യതര ഗ്രേസി എന്ന് പറയുന്ന ഡിവൈസിൽ ഇരിക്കുന്ന ദൈവദാസിയോട് എന്റെ വാക്ക് തന്നെ മാറുന്ന വാക്കല്ല കേട്ടോ. അപാരക ഏതെല്ലാം പ്രതികൂലങ്ങൾ കടന്നു വന്നാലും, ഏതെല്ലാം പ്രതികൂല സാഹചര്യം കടന്നു വന്നാലും എന്റെ കരം നിന്നോട് കൂടിയിരുന്ന് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ എന്റെ കരം അങ്ങനെ തന്നെ കൂടിയിരിക്കും. എവിടെയെല്ലാം എന്ത് സംഭവിച്ചാലും എന്റെ ദാസിയെ നിന്നെ പ്രൊട്ടക്ഷൻ ചെയ്യേണ്ടതിന്, നിന്നെ പരിപാലിക്കേണ്ടതിന്, നിന്നെ ഉയർത്തേണ്ടതിന്, നിന്നെ കാക്കേണ്ടതിന് ഞാൻ എന്റെ ദൂതന്മാരെ നിന്നോട് കൂടെ അയച്ചിട്ടുണ്ട്. നീ തനിച്ചല്ല കേട്ടോ, നിന്നോടുകൂടെ ഒരു സൈന്യമുണ്ട്. അപാരക ഒരു പ്രാർത്ഥനയുണ്ട്, ഒരു പ്രാർത്ഥന കൂട്ടമുണ്ട്. ദാവീദ് തനിച്ചല്ല, 400 പേരുമായി കടന്നുപോയി. 400 പേരുമായി കടന്നു ചെന്നിട്ട് അവർ യുദ്ധം ചെയ്തു. ഇന്ന് രാത്രി ദൈവദാസി, നീ തനിച്ചല്ല യുദ്ധം ചെയ്യുന്നത്, നിന്നോട് കൂടെ. ഹല്ലേലൂയ. ഒരു കൂട്ടമുണ്ടെന്ന് ദൈവാത്മാവ് ദൂതകർമ്മ പറയാ. അമാരകസ്യത്തരെ അൾക്കത്തരാജനഘട്ട യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവ് ശക്തമായി പറയാ. ദാവീദിന് ജയം കൊടുത്തെങ്കിൽ ദൈവദാസൻ നിനക്കൊരു ജയം ഞാൻ തന്നു മാനിക്കും. അത് ലോകമറിയും, ജനമറിയും, ചുറ്റുപാടറിയുമെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് കൈമാറുന്നു യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അവിടെ കടന്നു ചെല്ലുമ്പോൾ അവന്റെ ഭാര്യമാരെയും അവന്റെ മക്കളെയും കൂടെയുള്ളവരെയും അവർ മറ്റുള്ള ദേശത്ത് നിന്ന് കവർച്ചകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആമേൻ, ആമേൻ, ആമേൻ. അതുവരെ ദാവീദ് ഒരു യുദ്ധത്തിന് പോയതാ. ആ യുദ്ധത്തിൽ പങ്കെടുപ്പാൻ കഴിയാതെ അത് ഇസ്രായേലിനോടുള്ള യുദ്ധത്തിനാ പോയത്. എന്നാൽ വേറൊരു യുദ്ധത്തിന് ദൈവം വഴിതിരിച്ചു വിട്ടു. അവൻ ആ യുദ്ധത്തിൽ യുദ്ധം ചെയ്ത് തിരിച്ചു വരുന്നത്. ഹല്ലേലൂയ. എങ്ങനെ വരുന്നെന്നറിയാമോ? 3 ദേശത്തിലെ 3 ദേശത്തിലെ ധനത്തിന്റെ കൊള്ള കൊണ്ട് ഒറ്റ വ്യക്തിയോട് യുദ്ധം ചെയ്ത് കടന്നു വരിക. അവർ 3 ദേശത്തിലെ നന്മ പ്രാപിച്ച് കടന്നു വരുമ്പോൾ ദാവീദ് ഒറ്റ യുദ്ധം കൊണ്ട് 3 ദേശത്തിലെ അനുഗ്രഹം പ്രാപിക്കുക. ആമേൻ, ഹല്ലേലൂയ. ഉടകാസകെ സജി എന്ന് പറയുന്ന ഡിവൈസിലിരിക്കുന്ന അച്ചായനോട് ദൈവാത്മാവ് ദൂത് പറയാ. ആമേൻ.
ദൈവദാസനെ ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായി പറയാ, 3 ദേശത്തിലെ നന്മ, 3 ദേശത്തിന്റെ നന്മ നീ അനുഭവിക്കുമെന്ന് നിന്നോട് ഒരു ദൂതായിട്ട് പറഞ്ഞാൽ നിനക്ക് വിശ്വസിപ്പാൻ കഴിയുമോ? കഴിയാത്തതായിരിക്കാമെങ്കിലും ഇന്ന് രാത്രി ദാവീദ് 3 ദേശത്തിലെ നന്മകൾ അനുഭവിച്ചെങ്കിൽ നിനക്കും അതുപോലെ തന്നെ നിന്റെ കുടബാധകക്ഷ 3 ദേശത്തിന്റെ നന്മ നീ അനുഭവിക്കുമെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് കൈമാറും. ദാവീദ് കുഴഞ്ഞുപോയി, അവൻ വേദനിച്ചു പോയി, അവൻ തളർന്നുപോയി, അവൻ ചിന്തിച്ചു, ദൈവമേ ഇനി എനിക്കൊരു ജീവിതം ഉണ്ടാകുമോ? എന്റെ കുടുംബത്തോടുകൂടെ, എന്റെ മക്കളോടുകൂടെ. ആരൊക്കെയോ നിലവിളിക്കുന്നു. ആമേൻ, ആമേൻ. എന്നാൽ ഇന്ന് രാത്രി പറയാ, നീ നിന്റെ കുടുംബത്തോട് കൂടെ സന്തോഷിക്കാൻ പോ. ഏമേ, ആ ബാറാശ് നിന്റെ തലമുറയോടുകൂടെ നീ സന്തോഷിക്കാൻ പോകുക. നീ വിചാരിക്കുമില്ല എനിക്കത് സാധിക്കുന്ന കാര്യമല്ലെന്ന് തോന്നിയേക്കാം. എന്നാൽ ദൈവാത്മാവ് സംശകാരഹസ്യ ഈ സൂമിലിരിക്കുന്ന ചില ഡിവൈസിനെ നോക്കി ദൂത് കൈമാറുന്നു. എന്താ പറയുന്നതെന്നറിയാമോ? നീ നിന്റെ കുടുംബത്തെയും നിന്റെ കുട്ടികളോടും നിന്റെ കുഞ്ഞുങ്ങളോടും കൂടെ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന അനുഭവത്തിലേക്ക് ഞാൻ കടത്തിക്കൊണ്ടുവന്ന് മാനിച്ച ദീകാരകക്ഷ അതിന്റെ സന്തോഷം നീ അനുഭവിക്കുമെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് തോന്നു കൈമാറുമ്പോ ആ ഭാരകക്ഷ വിശ്വസിപ്പാൻ കഴിയാത്ത എന്റെ ദൈവം പറയത്തുള്ളൂ. എനിക്കും നിന്റെ മാനുഷിക ബുദ്ധികൾ കൊണ്ട് വിശ്വസിപ്പാൻ കഴിയാത്ത കാര്യമേ എന്റെ ദൈവം പറയത്തുള്ളൂ. ആമേൻ. ചെങ്കടൽ വിഭാഗിക്കപ്പെടുമെന്ന് ഇസ്രായേൽ ജനം തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ആമേൻ അവിടെ പിറുപിറുക്കത്തില്ലായിരുന്നു. അവരവിടെ ദൈവത്തിന് മഹത്വം കൊടുത്താൻ. ചെങ്കടൽ വഴിയുണ്ടെന്ന് അവർ മനസ്സിലാക്കിയെങ്കിൽ അവർ അവിടെ ദൈവത്തെ ആരാധിച്ചാനെ. പക്ഷെ ചെങ്കടൽ എന്ന വിഷയം വന്നപ്പോൾ അപാരകക്ഷ അവർ നിലവിളിക്കാൻ തുടങ്ങി. ഇനി ഞങ്ങൾക്ക് മുൻപോട്ടൊരു യാത്രയില്ല, ഇനി ഞങ്ങൾക്ക് മുൻപോട്ടൊരു വഴിയില്ല, ഞങ്ങളുടെ വഴിയെല്ലാം ക്ലോസഡായി. ബോർഡ് വെച്ചിരിക്കുന്നു ക്ലോസഡ്. എന്നാൽ ആ ക്ലോസഡ് എടുത്തിട്ട് ദൈവം പറയുക വേറൊരു ബോർഡ് വെച്ചു ഓപ്പൺ. പ്രൈസ് ഗോഡ്. നിനക്ക് എവിടെയെല്ലാം വഴി അടഞ്ഞെന്ന് ചിന്തിച്ചുകൊണ്ട് ഇന്ന് രാത്രി ബ്ലസ്സി എന്ന് പറയുന്ന ഡിവൈസിലിരിക്കുന്നു ദൈവദാസിയെ നീ വിശ്വസിക്കുന്നു അവിടെ ഓപ്പൺ നടക്കാൻ പോകുക. നിനക്ക് മാത്രമല്ല നിന്റെ കുടുംബത്തിനും കൂടി നിന്റെ കുഞ്ഞുകുട്ടികൾക്ക് കൂടി ഒരു ഓപ്പൺ വെക്കിയ ദൈവം. ഈ ചെങ്കടലിന്റെ മുമ്പിൽ അവർ വന്നു, ക്ലോസഡ് എന്ന് കണ്ടു. എന്നാൽ അവിടെ ദൈവം ആ ബോർഡിനെ എടുത്തു മാറ്റിട്ട് ഓപ്പൺ എന്ന് വെച്ചതുപോലെ ഇന്ന് രാത്രി കർമ്മേൽ ഫെലോഷിപ്പിൽ കൂടിയിരിക്കുന്ന ദൈവമക്കളോട് ഈ പ്രാർത്ഥന നിന്റെ ഒരു ഓപ്പൺ ആയി മാറാൻ പോകുക കേട്ടോ. നിന്റെ കുടുംബത്തിന്, നിന്റെ തലമുറയ്ക്ക്, നിന്റെ ജോലിക്ക്, നിന്റെ കടഭാരത്തിന് ഇതെല്ലാം ഒരു ഓപ്പണായി ദൈവം ഇന്ന് രാത്രി പ്രവർത്തിക്കാൻ പോകുക. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഒത്തിരി. പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവം ഇസ്രായേൽ ജനത്തെ അക്കരെ കടത്തി എന്ന് പറയുന്നത് ഒരൊറ്റ രാത്രി കൊണ്ട് 300 അടി ഫീറ്റ് താഴ്ചയുള്ള ചെങ്കടൽ. പ്രൈസ് ദി ലോർഡ്. 1,25,000 കിലോമീറ്റർ വേഗതയുള്ള കാറ്റടിപ്പിച്ച് രാത്രിയിൽ ഇസ്രായേൽ ജനത്തിനു വേണ്ടി ആ 300 അടി ഫീറ്റ് താഴ്ചയുള്ള ചെങ്കടലിനെ 2ആയി വിഭജിക്കാൻ കഴിഞ്ഞെങ്കിൽ നിന്റെ മേൽ അടിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് ജെറീഫ് എന്ന് പറയുന്ന ദൈവദാസനെ ആ കാറ്റിന്റെ ശക്തിക്ക് ആർക്കും പിടിച്ചടക്കാൻ കഴിയത്തില്ല കേട്ടോ. പ്രൈസ് യു ജീസസ്. ആ കാറ്റിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ മൊത്തം ദേശത്തെ പിടിച്ചു കൊടുക്കുന്ന കാറ്റാണ്. അന്നത്തെ കാറ്റ് ചെങ്കടലിനെ വിഭാഗിച്ചെങ്കിൽ ഇന്നത്തെ കാറ്റ് ദൈവദാസനെ ജെറീഫ് എന്ന് പറയുന്ന ഡിവൈസിൽ ഇരിക്കുന്ന ആ ഭൃത്യനോട് ദൈവാത്മാവ് പറയാം, ഈ കാറ്റ് നിനക്ക് വേണ്ടി ഒരു അത്ഭുതത്തിന്റെ കാറ്റായി മാറാൻ പോകുന്നു. ഓ ജീസസ്. ഇന്ന് രാത്രികാലം സമയം പോകുന്നത്. എന്റെ വാക്കുകൾക്ക് ഞാൻ ഇവിടെ വിരാമം കുറിക്കട്ടെ.
നിന്റെ ആറകക്ഷ ഏത് മാറാ രോഗമാണെങ്കിൽ ഇന്ന് രാത്രി അതിന്മേൽ ദൈവം ഒരു വാക്ക് കൽപ്പിക്കുക. മാറട്ടെ, മാറട്ടെ, സൗഖ്യമാകട്ടെ. യെസ്, സൗഖ്യമാകട്ടെ. ആമേൻ. ഇന്ന് രാത്രികാലം ഇത്രയും സമയം ദൈവവചനം നിങ്ങളുടെ മുമ്പിൽ പ്രഘോഷിപ്പാൻ ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം. ഇതിനായി എന്നെ ക്ഷണിക്കുകയും ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന എല്ലാ ദാസന്മാർക്കും, പ്രത്യേക കർമ്മേൽ ഫെലോഷിപ്പിന്റെ ലീഡർ സ്ഥാനം വഹിക്കുന്ന അഭിഷക്ത ദാസിക്കും മറ്റുള്ള എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രാവശ്യം കൂടി ക്രിസ്തുവിലുള്ള നന്ദിയും വന്ദനം അറിയിക്കുന്നു. നിങ്ങൾ ഓർക്കുമ്പോഴേക്ക് ഞങ്ങളെ ഓർത്തൊരു സ്തോത്രം ചെയ്യണമേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഗോഡ് ബ്ലസ് യു. മാറാന്ന്. സ്തോത്രം കർത്താവേ. താങ്ക് യു ജീസസ്. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട വചനം പ്രഘോഷിച്ച ദേവദാസനോടുള്ള സ്നേഹവും നന്ദിയും ഈ ഗ്രൂപ്പിന്റെ പേരിൽ അറിയിക്കുന്നു. മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യുവാൻ സമയമായി. അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ, ആലോചനകൾ നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കുവാൻ ദൈവം പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജെഫിൻ ബ്രദർ പ്രാർത്ഥിച്ച് അല്ല, എബി പാസ്റ്റർ ഉണ്ട്. എബി പാസ്റ്റർ പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥി ആശ്രമം പറയട്ടെ. അതിലെന്നല്ലേ എബി പാസ്റ്റർ ആശീർവാദം പറയും. ജെഫിൻ ബ്രദർ പ്രാർത്ഥിച്ചാട്ടെ. ഓക്കെ, ഞാൻ പ്രാർത്ഥിക്കാം. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹപ്പെട്ട ഈ ദിവസത്തിനായി സ്തോത്രം കർത്താവേ. നിന്റെ മക്കളായി ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ ഈ സൂമി ഡിബേസിൽ കടന്നു വന്ന് കർത്താവേ പാടുവാൻ ഞങ്ങൾക്ക് കൃപ തന്നു കർത്താവേ. ഞങ്ങളുടെ ദൈവാസികളെ കർത്താവ് ബലപ്പെടുത്തിയതിനായി സ്തോത്രം കർത്താവേ. പ്രാർത്ഥിപ്പാൻ ഞങ്ങളുടെ സഹോദരങ്ങളെ കർത്താവ് ബലപ്പെടുത്തിയതിനായി സ്തോത്രം കർത്താവേ. സംഘടന വായിപ്പാൻ ഇതൊക്കെ പ്രതിപ്പാൻ കർത്താവ് നിന്റെ ദാസിയെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം കർത്താവേ. അമിതമായ ദൈവത്തിന്റെ കൃപ തന്റെ ദാസിയെ പകരണമെന്ന് അപേക്ഷിക്കും കർത്താവേ. വചനത്തിന്റെ ഉൾക്കാഴ്ചകളെ, വചനത്തിന്റെ ജ്ഞാനം പ്രാപിപ്പാനുള്ള ദൈവാസി കൊടുക്കണമെന്ന് അപേക്ഷിക്കും കർത്താവ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ഏതാത്മാവിൽ എഴുതപ്പെട്ട ആത്മാവിൽ സംസാരിപ്പാനുള്ള അഭിഷേകത്തിന്റെ ആലോചനയാൽ ദൈവം നിറയ്ക്കണമേ. ദൈവാസിയെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും കർത്താവെ. പ്രാർത്ഥിച്ച എല്ലാവരെയും ഞങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവെ. പ്രത്യേക കർത്താവെ ഇന്ന് വചന ശുശ്രൂഷ ദൈവാസനെ ഏൽപ്പിക്കുന്നു കർത്താവ്. ബീഹാറിന്റെ ദേശത്ത് കർത്താവ് ഞങ്ങളുടെ വന്ന് കർത്താവെ ഈ സൂമീറ്റിൽ കടന്നു വചനം ശുശ്രൂഷിച്ച ദൈവാസന്റെ ജീവിതത്തിലും ഞങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിലും ഒരു അനുഗ്രഹമായി തീരുവാൻ പരിശുദ്ധാത്മാവിടെ ആക്കണമേ എന്ന് അപേക്ഷിക്കും കർത്താവെ. യേശുവിന്റെ രക്തത്താൽ ഞങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി ആ ദൈവാസന്റെ മേഖല അനുഗ്രഹിക്കപ്പെടണമായി. തന്റെ ശുശ്രൂഷ മണ്ഡലങ്ങളെ യേശുവിന്റെ രക്തം ശിഖമാന പ്രൗഢന ഉദന പ്രൗഢന ദീകവല പ്രൗഢന ശന്തന ദൈവത്തിന്റെ ശക്തി ദൈവദാസന്റെ മേൽ അഭിഷേകമായി വ്യാപരിക്കട്ടെ കർത്താവേ. ദൈവശക്തി തന്റെ ചർച്ചിന്മേൽ, തന്റെ ഭവനത്തിന്മേൽ, തന്റെ കുടുംബത്തിന്മേൽ യേശുവിന്റെ രക്തം ചെയ്യും. തന്റെ ചർച്ചിന്മേൽ, തന്റെ കുടുംബത്തിന്മേൽ, തന്റെ കുഞ്ഞുങ്ങളുമേൽ, തനായിരിക്കുന്ന മേഖലമേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി കർത്താവെ, അഭിഷേകത്തിന്റെ ശക്തി കർത്താവ് മാളി മുളി ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം തന്റെ ഭക്തന്റെ രീകമന പ്രൗഢന ഉടന ദീപല ഘടകന അടന പ്രൗഢന യേശുവിന്റെ രക്തത്താൽ ജയം തന്റെ ദൈവാസന്റെ മേൽ അഭിഷേകമായി വ്യാപരിക്കട്ടെ കർത്താവെ. അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ, ദേശത്തായ അഭിഷേകമായി അനുഗ്രഹമായി തീരുവാൻ, രാജ്യങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ, കുടുംബങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ, തന്നോടുള്ള ആലോചന നിറയുവാൻ, തന്നോടുള്ള വാഗ്ദത്തം ദൈവത്തിന്റെ ഈ നാളിൽ പ്രാപിപ്പാൻ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ ആ നാമത്തിൽ അഭിഷേകത്താൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. ഈ ഡിബേറ്റ്സിൽ കടന്നു വന്ന സകലയും കർത്താവിന്റെ പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിക്കർത്താവെ. അനേകർ ഭാരത്തോടെ കടന്നു വന്ന് കർത്താവ് ദൈവത്തിന്റെ വചനം ദാവീദ് കർത്താവിന്റെ അവസ്ഥ ഞങ്ങൾ കേട്ടു കർത്താവെ. ദാവീദിന്റെ ജനം തിരിഞ്ഞപ്പോൾ കർത്താവായി ദൈവത്തെ യേശു കർത്താവിൽ നോക്കിയ പോലെ കർത്താവെ യേശുവിന്റെ രക്തം ഞങ്ങൾ പല ഭാരത്തുണ്ട്, ഫലമില്ലാത്തവരുണ്ട്, കുഞ്ഞുങ്ങളുടെ വിഷയത്താൽ ഭാരപ്പെടുന്നുണ്ട്, കടഭാരത്താൽ ഭാരപ്പെടുന്നുണ്ട്, രോഗത്താൽ ഭാരപ്പെടുന്നുണ്ട്, കുഞ്ഞുങ്ങളുടെ വിവാഹത്താൽ ഭാരപ്പെടുന്നതിന്റെ കാര്യത്തിൽ ഭാരപ്പെടുന്നുണ്ട്, നിങ്ങളുടെ ഭാവിയുടെ കാര്യത്തിൽ ഭാരപ്പെടുന്നുണ്ട്, പലവിധ ജോലിയുടെ മറ്റു മണ്ഡലങ്ങളിലൊക്കെ ഭാരപ്പെടുന്നു. എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കും കർത്താവെ. കാർമേൽ മീറ്റിംഗ് കടന്നു വന്ന എല്ലാവരുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉച്ചിമൽ ഉള്ളംകാൽ വരെ ദൈവ സാന്നിധ്യം വിവാഹ സംബന്ധ വിഷയത്തിന്മേൽ ഭാരപ്പെടുന്ന വിഷയം പരിശുദ്ധാത്മാവ് വ്യക്തമായി ശക്തമായി ഞങ്ങളോട് സംസാരിച്ചതിന് ഓരോ ജീവിതങ്ങളെയും കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ആളാം പ്രതി പേരുവരായി ഏൽപ്പിച്ചു തരികയാണ് കർത്താവെ. ദൈവശക്തി വ്യാപരിക്കണേ. മുറിഞ്ഞ ഹൃദയങ്ങളെ, തകർന്നു നുറിയിരിക്കുന്ന ഹൃദയങ്ങളെ ദൈവം നിരസിക്കാത്ത ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തി എല്ലാവരെയും കർത്താവ് ഈ ഡിവൈസിൽ വന്നവർ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവശക്തി ഉച്ചി മുതൽ ഉള്ളംകാൽ വരെ വ്യാപരിപ്പാൻ അവരുടെ വിഷയങ്ങൾക്ക് ഒരു അത്ഭുത വിടുതൽ നടക്കുവാൻ കർത്താവ് ഇടിയാക്കണമേ എന്ന് ഉപേക്ഷിക്കും കർത്താവെ. ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്ന് ഉപേക്ഷിക്കും കർത്താവെ.
കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് ഈ ഡിവൈസിന്റെ കർത്താവെ ഇന്ന് കർത്താവെ ഞങ്ങളെ കർത്താവെ അധ്യക്ഷനായിരുന്ന ദൈവാസിയെ കർത്താവ് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ ഒരു വിഷയത്തിലെല്ലാം അത്ഭുതം ചെയ്യണമേ. വചന സംഘടന സൂക്ഷിച്ച ദൈവാസിമാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേക കർത്താവെ ഞങ്ങളുടെ അവരായിരിക്കുന്ന മേഖല കർത്താവെ യുദ്ധത്തിന്റെ കൊടുമ്പിരി കൊണ്ട് താഴ്ത്ത് കർത്താവെ നീ നിന്റെ ഭക്തന്മാരെ വഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കൺമണി പോലെ കർത്താവെ ദൈവമേ വഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ദൈവത്തിന്റെ ഹിതം ദൈവത്തിന്റെ ഇഷ്ടം കർത്താവ് വെളിപ്പെടുന്നത് നിന്റെ ദാസി കൂടെ കർത്താവെ ദൈവം അത്ഭുതം ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു പ്രത്യേക ദിവസത്തിന് കർത്താവിന്റെ കർത്താവ് നെറ്റിനെയൊക്കെ ക്രമീകരിക്കുന്ന ഓർത്ത് പ്രാർത്ഥിക്കുന്നു താപെ. ഇന്ന് ഈ ദിവസത്തിൽ കാണുന്ന സർവ്വരെയും ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം താ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്വർഗത്തിൽ ഭൂമിയിൽ നാഥന്റെ നാമത്തിൽ ഞങ്ങൾ അഭിഷേകം ചെയ്ത് ഈ സിനിമയിൽ കടന്നു വന്ന് ഇന്നുവരെ ശുശ്രൂഷ കടന്നു ദൈവാസമാരി ഇത് സംബന്ധിച്ച് സകലരെയും കർത്താവെ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കണം. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ ഭൂമിയിൽ സകലവിധ ആത്മീയ ബോധം നൽമള നിറയ്ക്കണം കർത്താവ്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ ഇന്ന് നാളെ കാണുന്നവരെയും ഇനി കാണുന്നവരെ എല്ലാം ദൈവസ്ഥാനത്തും ദൈവം ഉണ്ടായിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥന സ്വന്തം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നമുക്ക് നല്ല കൂട്ടായ്മ നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. നല്ല ശുശ്രൂഷകളെ നൽകിയതിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. നല്ല വചനങ്ങളെ തന്നതിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. നാളത്തെ കൂട്ടായ്മയ്ക്കായി സ്തോത്രം 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 സ്തോത്രം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ ആശ്വാസങ്ങളും നാം എല്ലാവരുടെ മേലും വിശേഷാൽ നമ്മളോട് കർത്താവിന്റെ വചനം അറിയിച്ച ദൈവദാസനോടും അവിടുത്തെ പ്രവർത്തനങ്ങളോടും കൂടെ ഇന്നു മുതൽ എന്നേക്കും ക്രിസ്തുയേശുവിന്റെ രണ്ടാം വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ഗോഡ് ബ്ലെസ് യു.